ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞ നമ്മളുടെ ആ ഒരു പോഡ്കാസ്റ്റിലേക്ക് വരുന്ന രണ്ടാമത്തെ പൈലറ്റാണ് എൻ്റെ സുഹൃത്തും എല്ലാമായ മിസ്റ്റർ കിരൺ ബ്രോ. താങ്ക് യു വെരി മച്ച്. വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക് യു വെരി മച്ച്. സിംഗപ്പൂരിൽ നിന്നും ചാറ്റ് വിത്ത് ഭക്തനിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായി വേണ്ട അങ്ങനെ പറയണ്ടല്ലേ. സുഖം. എന്താ വിശേഷം? ഇല്ല, അവധിക്ക് വന്നാണ്. സ്കൂൾ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് നാട്ടിൽ വന്നു. ട്രിവാൻഡ്രം വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതെ, അവിടെ നിങ്ങളെ കാണാൻ വേണ്ടി ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്നു. അത് ശരി, ഓക്കെ. അതിനെ സ്കൂട്ടിന് വന്നേ? സ്കൂട്ടും ഉണ്ട്, മലേഷ്യൻ എയർലൈൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് എയർ ഏഷ്യ കൂടെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എയർ ഏഷ്യ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം 4 hours കൊണ്ട് എത്തുന്ന അതാണ്. അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിൽ ഇറങ്ങി പിന്നെ വീണ്ടും ട്രെയിൻ എടുത്തോ കാർ എടുത്തോ ഒരു 4-5 മണിക്കൂർ വീണ്ടും സ്പെൻഡ് ചെയ്യണമല്ലോ, അങ്ങോട്ട് പോകണം. അതെ. ശരിക്കും നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ സിംഗപ്പൂരും ബാക്കി പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള മലയാളികൾക്ക് സിംഗപ്പൂരും മലേഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗപ്പൂർ എയർലൈൻസ്, എയർ ഏഷ്യ, മലേഷ്യൻ എയർലൈൻസ് ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇൻഡിഗോയോ എയർ ഇന്ത്യ എക്സ്പ്രസോ എയർ ഇന്ത്യ ഒന്നും ഈ സെക്ടറിലേക്ക് നമുക്ക് മലയാളികളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള വിമാനങ്ങളാണ് നമ്മൾക്കൊക്കെ ഉള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പറയുന്ന റേറ്റ് കൊടുത്ത് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. വേറെ വിമാനങ്ങളൊന്നുമില്ല. സോ വി ആർ ഫോഴ്സ്ഡ് ടു പേ വാട്ട് ദേ ആസ്കിങ് എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമുണ്ട് അല്ലേ? അതെ. കാരണം ഓരോ എന്താ പറയുന്നത്, അത് ഹബ് ബേസ്ഡ് ബിസിനസ് ആണല്ലോ. സോ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ബിസിനസ്. നമ്മൾ അതിന് വേണ്ടി ഡിഫറെന്റ് ഇതാണ്. കിരൺ ബ്രോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏതാനും വർഷങ്ങളായി. എത്ര വർഷമായെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും കുറെ വർഷമായി. കോവിഡ് ആ സമയത്താണ് നിങ്ങൾ സിംഗപ്പൂർ വരുന്നത്, സൈബർബേയുടെ. അതെ, അന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെ, ലൈക്ക് ഇതുപോലെ തന്നെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുറെ എക്സ്പീരിയൻസുകളൊക്കെ അന്ന് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം ആ വീഡിയോസ് ഒക്കെ നല്ല വൈറലായിരുന്നു ആ സമയത്ത് അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് സംതിങ് ലൈക്ക് എന്താ പറയാ, വളരെ കാഷ്വൽ ടോക്ക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും സംസാരിക്കാം. കിരൺ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ, കിരൺ ബ്രോ ശരിക്കും സിംഗപ്പൂർ സ്വദേശിയാണ്. ലൈക്ക് യു ആർ എ സിംഗപ്പൂർ സിറ്റിസൺ, റൈറ്റ്? സിംഗപ്പൂർ സിറ്റിസൺ ആണ്. ചെറുപ്പം മുതൽ സിംഗപ്പൂരിലേക്ക് ചെറുപ്പകാലത്ത് തന്നെ സിംഗപ്പൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കുറെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്തായാലും ലൈക്ക് പണ്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വിൽ സ്റ്റാർട്ട് ഫ്രം ദെയർ. അതിൽ നിന്ന് തുടങ്ങാം. കാരണം എന്നാലും നമ്മളൊരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണ് എയർബസ് A380 എന്ന് പറയുന്നത്. ആ വിമാനം ഫ്ലൈ ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് ഹി ഈസ് ഡൂയിങ് നൗ. യെസ്. അപ്പൊ ഈ എന്താ പറഞ്ഞു, ഞാൻ തന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടെൽ വാട്ട് ഓഫ് തിങ്സ്. ഐ മീൻ 17 വർഷമായി ഞാൻ ഫ്ലൈയിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് കയറിയത്, കേഡറ്റ് ആയിട്ട് കയറി. അത് 2008 മെയ്യിലാണ് കയറുന്നത്. സോ കംപ്ലീറ്റഡ് 17 years. സോ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു ഒരു 4 years, 4.5 years ടു ബിക്കം എ ഫസ്റ്റ് ഓഫീസർ. അത് കഴിഞ്ഞിട്ടാണ് അത് ഫ്ലൈങ് 777 ബോയിങ്ങിൻ്റെ. അതൊരു 7 yearsോളം അത് വർപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം 380 ഫ്ലൈ ചെയ്യുന്നത്. അപ്പം രണ്ടും ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അതൊന്നും ബോയിങ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യം തുടങ്ങുമ്പോൾ ഒരു ദ റിയൽ മാൻസ് പ്ലെയിൻ എന്നൊക്കെ പറയുന്നില്ല, യോക്കൊക്കെ ഉള്ളതുകൊണ്ട് കമ്പയർ ടു ഇപ്പോഴത്തെ ഒരു സൈഡ് സ്റ്റിക്ക് എയർബസിന്റെ ഗെയിം കളിക്കുന്ന പോലത്തെ പരിപാടി, ഒരു സൈഡിലുള്ള കുറച്ച് പോലെ. അതെ, ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ലൈറ്റ് ആണ് അത് ഉപയോഗിക്കാൻ, വലിയ എഫേർട്സ് ഇല്ല. ഈ 380 വിമാനം പോലും ഓടിക്കാൻ വളരെ, കാരണം ഫ്ലൈ ബൈ വയർ ആണല്ലോ. എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു ചെറിയ ഇൻപുട്ട് കൊടുക്കുന്നു, ആ സിഗ്നലിൽ പോകുന്നു. അത് പിന്നീട് ഫ്ലൈ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ബാക്കി ഹൈഡ്രോളിക്സ് ആണ് ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുക. അല്ലാതെ നമ്മളിവിടെ നിന്ന് വലിക്കുമ്പോഴല്ല. ഇറ്റ്സ് നോട്ട് എ കേബിൾ റണ്ണിങ് ടു ദ എലിവേറ്റേഴ്സ് ഓർ എനിത്തിങ്. ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്നാ പറയുന്നത് ഫ്ലൈ ബൈ വയർ സിസ്റ്റം. അതുകൊണ്ട് അത്ര എഫേർട്ട് മതി. പക്ഷേങ്കിൽ അത് നോർമൽ ഡേയിലാണ് ഈ പറഞ്ഞത്. പക്ഷേങ്കിൽ അതേസമയം നമ്മളൊരു ക്രോസ് വിൻഡ് അല്ലെങ്കിൽ ഭയങ്കര ഗസ്റ്റി കണ്ടീഷൻസിലൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ചാലഞ്ച്. സോ അതിനകത്ത് കുറെ നമുക്ക് അതിന്റെ ടെക്നിക്കലിലേക്ക് വരുന്നതിന് മുമ്പ് ലെറ്റ്സ് കം ബാക്ക് ടു യുവർ സ്റ്റോറി. റൈറ്റ് ഫ്രം ദി ബിഗിനിങ്. ഓക്കെ, സോ ബിഗിനിങ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് ആവർത്തന വിരസമാകാതിരിക്കാൻ ഒരിക്കലും ഇല്ല. കാരണം ആ വീഡിയോ എത്രയോ വർഷം മുമ്പ് അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ കൊച്ചിലോട്ടൊരു ആഗ്രഹമായിരുന്നു പൈലറ്റ് ആകുക. അപ്പം ഞാൻ ജനിച്ചത് കേരളത്തിലാണേലും പഠിച്ചു വളർന്നതെല്ലാം നോർത്ത് ഇന്ത്യയിലും. അപ്പം പിന്നെ കേരളത്തിൽ 5ാം ക്ലാസ്സിലെങ്ങാണ്ട് ഇവിടെ കേരളത്തിൽ പഠിക്കാൻ വരുന്നു. അപ്പം മലയാളം പോലും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു ആ സമയത്ത്. മലയാളമൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് എഴുതി പഠിച്ച് അങ്ങനെ 10th ഇവിടെ ക്രിസ്ത്യോതി ചങ്ങനാശ്ശേരി പഠിച്ചു. അത് കഴിഞ്ഞ് SB കോളേജിൽ ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഇല്ല, അത് കഴിഞ്ഞ് +2 കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ എന്നും പൈലറ്റാണ് എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിലോട്ട്. അപ്പം അന്നത്തെ കാലം നമ്മൾ പറയുന്നത് 90s ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ ഉള്ളത്
ജെറ്റ് ഉണ്ട്, സഹാറ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, ഇന്ത്യൻ എയർലൈൻസ് ഉണ്ട്. ഇത്രയും കമ്പനീസ് അന്ന് എയർ ഇന്ത്യ ഉണ്ട്. എയർ ഇന്ത്യ എത്ര വർഷമായിട്ടുള്ളത്? ടാറ്റ ഒക്കെ കൊടുത്ത് അന്ന് എയർ ഇന്ത്യ ഒരു വെരി ഓൾഡ് കമ്പനി. ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ രണ്ട്. ഇന്ത്യൻ മറ്റേ ഡൊമസ്റ്റിക് ചില സമയത്ത് ഒരു ഇന്റർനാഷണൽ സെക്ടേഴ്സും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യൻ എയർലൈൻസ്. എയർ ഇന്ത്യ ടു ഓൾ ദ മേജർ ലോങ് ഹോൾ ഫ്ലൈങ് 747 ഒക്കെ ഉപയോഗിച്ച്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ കുടുംബത്തിലാരും ഇല്ല ഇങ്ങനെ ഫ്ലൈ നമുക്ക് ചോദിക്കാൻ പോലും. അപ്പോൾ ഈ എവിടെയെങ്കിലും ഒരു പൈലറ്റിനെ കാണണം എന്നുള്ളത്, എൻ്റെ ഫാദർ ഗൾഫിലായിരുന്നു. അപ്പം ഡാഡി ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന് നമ്മൾ കയറ്റി വിടാൻ വേണ്ടി പോകുമ്പം നമ്മൾ ഈ ട്രിവാൻഡ്രം പഴയ ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അന്നത്തെ ഇന്റർനാഷണൽ. അപ്പോൾ അവിടെ മേളിൽ കയറുന്നതിന് ഒരു 10 രൂപ ഫീസുണ്ട് ഈ പ്ലെയിൻ വ്യൂ ചെയ്യാൻ വേണ്ടി. ഞാൻ വർഷത്തിലൊരു ഇതുപോലെയാണല്ലോ ഡാഡി കൊണ്ട് വിടുമ്പം നമ്മൾ അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യാൻ പോകുമ്പം ഏറ്റവും ഫൺ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അതിരാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് നിൽക്കുക, കഴിഞ്ഞൊരു അംബാസഡറെ കയറി വേണം ഇത് ഓടിച്ച് ട്രിവാൻഡ്രത്ത് ഒരു പരിപാടി. അതായത് മറ്റേ കൊട്ടാരക്കര ഇറങ്ങി ഒരു കാപ്പ് കുടിക്കുക, ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാം അല്ലേ അതൊരു മലയാളിയുടെ. അത് കഴിഞ്ഞ് നേരെ അവിടെ ചെല്ലും. അപ്പം മമ്മിയുടെ അടുത്ത് ഞാൻ ബേളം ഉണ്ടാക്കി 10 രൂപയ്ക്ക് തന്നെ മുകളിൽ കയറണം, എനിക്ക് പ്ലെയിൻ കാണണം. അപ്പം മമ്മി എന്നെ കൊണ്ട് 10 രൂപ കൊടുത്ത് ഞങ്ങൾ മുകളിൽ കയറി. അന്നാണ് നമ്മൾ ആ ഇത്രയും അടുത്ത ഒരു പ്ലെയിൻ കാണുന്നതൊക്കെ അവിടെ വെച്ചാൽ. നമുക്ക് ആക്സസ് കയറിയിട്ടുമില്ല. അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഈ സാധനം, ഇത് എന്താണിത്. അപ്പോൾ ഒരു പൈലറ്റ് ദിവസം അത് കഴിഞ്ഞിട്ട് ആ പൈലറ്റ് ഇറങ്ങി പുറത്ത് വന്നപ്പോൾ ഞാൻ മമ്മി ഇത് പൈലറ്റ് പുള്ളി അവിടെ നിന്ന് ഒരു ഷർട്ടൊക്കെ വെച്ചിങ്ങനെ കൊണ്ടുവന്നപ്പോൾ പുള്ളി പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വലുതാകുമ്പോൾ നമ്മുടെ ആഗ്രഹം. പക്ഷേ ഞാൻ ബുക്കൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു ഈ ഏവിയേഷൻ ഇങ്ങനത്തെ ഏതൊരു കട്ടൗട്ടും. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും ഇല്ലല്ലോ. ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്ന മാഗസീൻ്റെ ഇത് അത് ഞാൻ കട്ട് ചെയ്തെടുക്കും. പിന്നീട് മനസ്സിലായി ഇത് ഭയങ്കര കാശ് ചിലവുള്ള ഒരു പരിപാടിയായി, ഇത് നടക്കുന്ന കാര്യമാണോ. അപ്പോൾ ഞാൻ അപ്പൻ്റെ അടുത്ത് എനിക്ക് ഇന്ന് പഠിപ്പിക്കുക. അന്ന് എൻ്റെ 25 ലക്ഷം രൂപ എങ്ങാണ്ടാണ് അന്നത്തെ കാലത്ത്. അത്രയുണ്ട്. അപ്പൊ ആകെ ഒരു രാഷ്ട്രീയ ഇഗ്രുവ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, ഇപ്പൊ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ. അപ്പം അതാണ് ഒരു വഴി പോകാൻ ഇന്ത്യയിൽ. ഇപ്പൊ അല്ലെങ്കിൽ പുറത്ത് പിടിക്കുക ഫ്ലൈയിങ് അന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കാം, നീ നല്ല മാർക്ക് വാങ്ങിക്കേ ഇതൊക്കെ നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ. പിന്നെ ആ സമയം പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഒരു ന്യൂസ് പേപ്പറിൽ ആഡ് വന്നു, ഒരു 30,000 പൈലറ്റ്സ് ഇന്ത്യയിൽ ജോലി. കാരണം അത്ര എയർലൈനേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 എയർലൈനും ഉണ്ട്, ഇത്രയും പ്ലെയിൻസേ ഉള്ളൂ. 30,000 പൈലറ്റ്സ് വിത്തൗട്ട് ജോബ്. അത് കണ്ടപ്പം സമാധാനമായല്ലോ. അപ്പം എന്റെ കഞ്ഞിയിൽ പാറ്റ വീണ്ടും എന്ന് പറയുന്നത്, അതായത് മുളയിലെ നുള്ളിക്കളയാന്നൊക്കെ പറയുന്ന പോലെ എന്റെ ആഗ്രഹം വെറുതെ പൈസ ഇട്ടിട്ട് അപ്പന്റെ കാര്യങ്ങളുണ്ടല്ലോ. അന്നൊരു കാര്യം ചെയ്യാം, മർച്ചന്റ് നേവി കയറാം, അങ്ങനെയെങ്കിലും നമുക്ക് സ്ഥലം വിടാം. എനിക്ക് ലോകം കാണണം. ഐ ലൈക്ക് ടു ട്രാവൽ. നിങ്ങൾ ചെയ്യുന്ന ഒരുപോലെ തന്നെ ഐ ലവ് ട്രാവലിംഗ്. പിന്നെ ഇന്റർനാഷണൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ എപ്പോഴും എനിക്ക് ഇന്റർനാഷണൽ എക്സ്പോഷർ ഭയങ്കര താല്പര്യമായിരുന്നു. അതുപോലെ ഞാൻ ആരെങ്കിലും ഫോറിനേഴ്സിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കുകയും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മനസ്സിലായി. ഇപ്പൊ ഞാൻ ഡെക്കേഡറ്റ് എന്ന് വേണ്ടി ഇതുണ്ടറിയോ മർച്ചന്റ് നേവിയില്. അപ്പൊ അതിന്റെ ഇങ്ങനെ നോക്കിയപ്പോൾ +2 കഴിഞ്ഞ് 60% ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി അതുള്ളവർക്ക് മറ്റേ സിംഗപ്പൂരിലാണ് അവർ കൊണ്ടുപോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സിംഗപ്പൂർ പോളിയിൽ അവർ ഇവിടെ ഉണ്ട്, ചെന്നൈയിലുണ്ട് 1 ഇയറും 1.5 ഇയർ, ബാക്കി 1 ഇയർ എങ്ങാണ്ടാണ് സിംഗപ്പൂരിലാണ് അവരുടെ പ്രോഗ്രാം. അത് ശരി. അപ്പൊ അങ്ങനെ പ്രോഗ്രാം ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഡെക്കേഡേഴ്സിന്റെ. അപ്പം അന്ന് AP Moller, Maersk വലിയ ഷിപ്പിംഗ് കമ്പനീസും അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കമ്പനികളൊക്കെ ഇപ്പൊ ഞാൻ നോക്കി ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചു. സിംഗപ്പൂർ എന്നുള്ളൊരു ഐഡിയ അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ നോക്കിയപ്പോൾ +2 കഴിഞ്ഞ് പോവാം ഇങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോഴാണ് ഒരു പരസ്യം ഇതുപോലെ നമ്മുടെ സുജിത് ബ്രോ ഇപ്പൊ ഇതിന്റെ ഒരു അംബാസഡർ, ഒരു സ്റ്റഡി ലിങ്ക്സ് അന്ന് അന്ന് ഒരു സ്റ്റഡി അബ്രോഡ് ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു കുട്ടി, പുള്ളി മരിച്ചുപോയി. പുള്ളിയായിരുന്നു അന്ന് 2000 ആണെന്ന് തോന്നുന്നു. 2000 ഒരു അഡ്വർടൈസ്മെന്റ് ഇട്ടിരുന്നു, സ്റ്റഡി ഇൻ സിംഗപ്പൂർ. അപ്പൊ ഞാൻ ഈ പത്രം എപ്പോഴും ഇരുന്ന് റിക്രൂട്ട് പേജും അന്ന് തൊട്ട് നോക്കും. സ്കൂളിൽ പോയാണെങ്കിൽ അപ്പൊ വീണ്ടും സിംഗപ്പൂർ മേടിക്കുന്നു, സ്റ്റഡി ഇൻ സിംഗപ്പൂർ. അപ്പൊ മറ്റേ സിംഗപ്പൂരും കിടപ്പുണ്ട് അവിടെ, മറ്റേ മർച്ചന്റ് നേവി. അപ്പൊ സ്റ്റഡി ഇൻ സിംഗപ്പൂർ വീണ്ടും കിടക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫോൺ ആ സമയത്ത് ലാൻഡ് ലൈൻ വരുന്നേ ഉള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ ഫോണിന് 5 വർഷം അപ്ലൈ ചെയ്ത ശേഷമാണ് നമുക്ക് ഒരു ലാൻഡ് ലൈൻ കിട്ടുന്നത്. അന്ന് ഫോണില്ല വീട്ടില്. നമ്മുടെ വീടിന്റെ അയലൊക്കത്തുള്ളൊരു ആളുടെ അടുത്ത് വിളിക്കുമ്പോൾ അയാൾ വിളിച്ച്, അപ്പൊ നമുക്കൊരു ലിങ്ക് ഇല്ലല്ലോ. ഈ ഫോൺ വന്നപ്പം തന്നെ ഒരു വലിയ സംഭവം. ഇനി
ഫോം വിളിക്കാമല്ലോ. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഈ മച്ചേവിനിയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര ഫോമിളിയാ. ഇടയ്ക്ക് ബോംബെ വിളിക്കുന്നു, അപ്പൻ ദിവസമൊക്കെ ഇപ്പൊ STD ഒക്കെ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് അപ്പൻ ലോക്ക് ചെയ്തു. ഇനി ലോക്കൽ കോഡ് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഈ പറഞ്ഞ ആ സിംഗപ്പൂരിൽ പഠിക്കുന്ന അവര് ഫാറും മദറും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ ഫോമുളിയൊക്കെ എന്നിട്ട് ചോദിക്കുക പഠിക്കാൻ പോകണം, ഈ സ്റ്റഡി അബ്രോഡ് എന്താണ് പ്രോഗ്രാം. അപ്പോൾ പറഞ്ഞാൽ ഇന്നൊരു സാധനം കോട്ടയത്ത് ഇന്ന ദിവസം ഉണ്ട്. അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഫാറൊക്കെ ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫാറാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോം വിളിച്ചായിരുന്നു, എനിക്കൊന്ന് പോകണമെന്നുണ്ട് അവിടെ കോട്ടയത്ത്. അപ്പം പറഞ്ഞു ഞാനത് എന്താ പറയാൻ പോകുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ഞാൻ മുന്നേ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അപ്പൻ്റെ സ്കൂട്ടറൊക്കെ കയറി ഞങ്ങൾ അങ്ങനെ കോട്ടയത്ത് പോയി ഒരു പ്രസൻറ്റേഷനൊക്കെ കണ്ടു സിംഗപ്പൂരിൽ പഠിക്കുന്നതിൻ്റെ. എന്നെ മെയിൻ സംഭവം നിങ്ങൾ പറയുന്നില്ലേ, മിക്ക പിള്ളേരും പോകുന്ന പഠിക്കാനല്ല, അവിടെ മൈഗ്രേറ്റ്, ഞാൻ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. അതെ, അതുള്ള കാര്യം പറയണമല്ലോ, അതെ, പഠിച്ച അവിടെ നമുക്ക് ഇത് ചെയ്യാനല്ലോ. എൻ്റെ ഒരു ഐ വാണ്ട് ടു ലീവ് ദ പ്ലേസ് ആൻഡ് ഗോ ആൻഡ് സ്റ്റേ സംവെയർ. ചെറുപ്പം പോലെ ആഗ്രഹമുണ്ട്. യെസ്, എനിക്ക് പണ്ടോട്ട് ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആകെ ചോദിച്ചത് പഠിത്തം കഴിഞ്ഞാൽ PR കിട്ടുമോ അന്നത്തെ കാലത്ത്. അവർ പറഞ്ഞു യെസ് യുൽ ഗെറ്റ് എ PR ആഫ്റ്റർ സ്റ്റഡി. ഓക്കെ, ഡീൽ ഡൺ. അപ്പം പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് സിംഗപ്പൂരിൽ നിന്നുള്ള ക്യാമ്പസിൽ നിന്നുള്ള ആൾക്കാർ സിംഗപ്പൂരിയൻസ് ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാർക്ക് 10th മാർക്കൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്തു. മാർക്കുണ്ടായിരുന്നു 10th. അവിടെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ സിംഗപ്പൂരിലോട്ട് പോകും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ഞാൻ ഈ മർച്ചൻ്റ് കാര്യം എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഇവിടുത്തെ ഫ്ലൈയിങ്ങിൻ്റെ ആയിരുന്നു നോക്കാം, വീണ്ടും പഴയ പൊടി തട്ടി വീണ്ടും നോക്കാം. അപ്പോൾ അവിടെ യൂത്ത് ഫ്ലൈയിങ് ക്ലബ്ബുണ്ട് സിംഗപ്പൂരിൽ. അപ്പോൾ യൂത്ത് ഫ്ലൈയിങ് ക്ലബ്ബ് നോക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കണം, യൂണിവേഴ്സിറ്റിയിലോ പോളിയിലോ അല്ലെങ്കിൽ A levels ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള. പക്ഷെ അത് സിറ്റിസൺസ് ആയിരിക്കണമെന്നുണ്ട് അവിടെ. ഈ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് സിംഗപ്പൂർ. എന്നാലും ചോദിച്ചല്ലോ, ഇവിടെ ഒരു ഫോണൊക്കെ ഒരു കോയിനൊക്കെ ഇട്ട് അവരെ വിളിച്ചു. ഇല്ല, അവർ ഇല്ല, വി ഡോണ്ട് ടേക്ക് ഫോറിനേഴ്സ്, ഇറ്റ് ഹാസ് ടു ബി എ ലോക്കൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു വെബ്സൈറ്റ്. അപ്പം നമുക്ക് അന്ന് ഇൻ്റർനെറ്റ് അവിടെ ഫ്രീലി അവൈലബിൾ ആണ് ഈ 2001 അതായത് നമ്മുടെ ക്യാമ്പസിൽ ഒരു ഈ ലാബുണ്ട്, ഇഷ്ടംപോലെ കമ്പ്യൂട്ടർ ഇങ്ങനെ നിരത്തി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇന്റർനെറ്റ് അവിടെ സർഫ് ചെയ്യാൻ 10 പൈസ കൊടുക്കണ്ട. പണ്ടൊക്കെ ഓർക്കണം ഒരു കഫേ പോയിട്ട് നമ്മള് ഇത്ര മണിക്കൂറിന് ഇതായിരുന്നു 50 രൂപ 60 രൂപ. അതെ, ഇവിടെ ഫ്രീ ഫ്ലോ. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ലോകം മുഴുവൻ നോക്കും എന്തൊക്കെയാ അവൈലബിൾ അങ്ങനെ. അപ്പോൾ നമ്മൾ അങ്ങനെ സിംഗപ്പൂരിൽ വെബ്സൈറ്റിൽ കയറി അവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു കേഡറ്റ് പൈലറ്റ് ഉണ്ട്. ബട്ട് റിക്വയർമെന്റ് ഈ പറയുന്ന സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയാൽ പഠിത്തം കഴിഞ്ഞ് ബാക്കിയല്ല ഐ ഹാവ് മെറ്റ് ദ റിക്വയർമെന്റ്സ്. അങ്ങനെ നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ ഓക്കെ ഫിനിഷ് പഠിത്തം. അഫ്കോഴ്സ് പഠിച്ചുകൊണ്ട് നമ്മൾ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ആ സെയിം ജേർണി ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ചെയ്യുന്നതിന് ഇത്രയും 25 വർഷം മുമ്പ് ചെയ്തതേ ഉള്ളൂ. ഈ സെയിം പരിപാടി നമ്മൾ വെയിറ്ററായിട്ടും ഹോട്ടൽസിലും എല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ജീവിത അനുഭവങ്ങൾ ആക്ച്വലി. അത് ഞാൻ ഒരിക്കലും അതിന് കുറ്റം പറയുന്നില്ല, ഞാനൊരു വിഷമത്തോടെ കാണുന്നില്ല, ഒരിക്കലും വേണ്ട. ഇറ്റ്സ് ദ ബെസ്റ്റ് ലൈഫ് എക്സാമ്പിൾ. ആക്ച്വലി നമ്മൾ നാട് വിട്ട് പുറത്ത് പോയി നമ്മളെ പേരൻസിൻ്റെ നമുക്ക് ആരും ഇല്ല, നമ്മളിനി ജീവിച്ചേ പറ്റൂ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമല്ലോ. നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മുടെ മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. അപ്പം നമുക്ക് ഒന്ന് രക്ഷപ്പെടണം, പഠിക്കണം, എന്തെങ്കിലും വി വിൽ വർക്ക് ഫോർ ഇറ്റ് അല്ലേ. ഡെഫിനറ്റ്ലി. സോ ദർ ഈസ് ഓൾവേസ് എന്താ പറയുന്നത്, അതൊരിക്കലും ആർക്കും ഈ വീട്ടിലിരുന്നോണ്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ല, സ്വയമേ അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മളപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആവും. പിന്നെ ഒരു ഇത് വന്നു വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ലോകം നമ്മുടെ ആണ് എന്നൊരു ഫീൽ കിട്ടി. ഇവിടെ ആകുമ്പോൾ നമുക്ക് വിസ വേണം, എല്ലായിടത്തും ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി. അന്നത്തെ കാലം പറയുന്നത് ഇപ്പം ഇച്ചിരി ഈസി. ഒത്തിരി പേര് ഓൺ അറൈവൽ വിസയും യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഇപ്പം ടിക്കറ്റ് പ്രൈസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് പഴയ വെച്ച്. അപ്പൊ ഇതൊക്കെ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം നമുക്ക് ലോകം നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ആണ്, അപ്പൊ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ അങ്ങനെ പോയി ഇത് കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു, PR കിട്ടി. ഇനി അപ്ലൈ ചെയ്യാമല്ലോ. അപ്ലൈ ചെയ്തപ്പോൾ ഒന്നും അവർ വിളിക്കത്തില്ല. അവർക്ക് എന്തിനാ ഞാൻ ആരാ അവർക്ക് പുറത്തേക്ക് ഒരു ഇന്ത്യയിൽ നിന്നൊന്നും ഒരുത്തൻ PR മതിയായിരുന്നു. PR ഓർ സിറ്റിസൺസ്. എത്ര വർഷം എടുത്ത് PR കിട്ടാൻ? അല്ല, അന്നത്തെ കാലത്ത് കിട്ടും. മോമെന്റ് ഗ്രാജുവേറ്റ് ഗവൺമെന്റ് ഓഫേഴ്സ് PR. Those were the days. അല്ല, അതിന് പോയിന്റ് ഒന്നുമില്ല, അങ്ങനെ തരിക. നമ്മൾ ജസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുമായിരുന്നു. ആസ് ലോങ് ആസ് സ്റ്റഡിങ് ഇൻ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രൈവറ്റ് അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് PR കിട്ടി. PR കിട്ടി നമ്മൾ അടുത്ത പരിപാടി തുടങ്ങുക, വീണ്ടും ആപ്ലിക്കേഷൻ. അപ്പോഴൊന്നൊരു പണ്ട് അന്ന് ഒരു കാർഡ് വരും, താങ്ക് യു ഫോർ യുവർ ആപ്ലിക്കേഷൻ. അപ്പൊ ഷടാ ഇതെല്ലാം ഉണ്ടായിട്ട് വിളിക്കുന്നില്ലല്ലോ.
നമ്മൾ തന്നെ നമ്മുടെ മറ്റേ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. അപ്പോൾ അതുമായിട്ട് സെമി കണ്ടക്ടറിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 4 വർഷത്തോളം ജോലി. അതിനിടയ്ക്ക് ഞാൻ സിറ്റിസൺഷിപ്പ് കൊടുത്തു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതുമായിരിക്കുമോ ഇനിമാരുടെ ഒരു കുറവ്, എന്നിട്ടും എടുക്കുന്നില്ല, വിളിക്കുന്നില്ല. അങ്ങനെ ഫൈനലി പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിനെല്ലാം അറിയാം എനിക്ക് ഇതിനോട് വലിയ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഫോൺ വിളിച്ചിട്ട്, എടാ ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, നീ അതൊന്ന് നോക്കിയോ? വാക്കിന് പോയി ഒരിക്കലും അല്ല, അത് ക്യാബിൻ ക്രൂവിൻ്റെ. കാരണം ക്യാബിൻ ക്രൂവിന് സ്ഥിരം വരുന്നത് അല്ലല്ല കേരളത്തിൻ്റെ. ഇമെയിൽ അയക്കാൻ പറഞ്ഞു. അവൻ ഇമെയിൽ അയച്ചു. ഞാൻ കയറി നോക്കും, സംഭവം സത്യമാണ്, ഒരു ദിവസം വാക്കിന് ഇൻ്റർവ്യൂ വെച്ചിരിക്കുന്നു. പിന്നെ അതൊരു ഏകദേശം ഒരു 10-12 ഡേയ്സിനകത്താണ്. പിന്നെ നമ്മൾ നേരത്തെ വായിക്കുകയും പഠിക്കുന്നതിന് ഫുൾ ഫ്ലെഡ്ജ് പഠിത്തമായി. ഇത് കാരണം നമ്മൾ IAS ക്രാക്ക് ചെയ്തവരാണ് ഈ സാധനം ക്രാക്ക് ചെയ്യേണ്ടത്. അതെ, എത്ര പ്രായമായ സമയത്ത്? I was 24. അപ്പം ഞാൻ പോയി, അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. രാവിലെ 9 മണിക്ക് ഇൻ്റർവ്യൂ, ഞാൻ 8 മണിക്ക് അവിടെ ഇരിപ്പുണ്ട്. ഞാനാണ് ആദ്യത്തെ കാൻഡിഡേറ്റ്. അവിടെ ആരും വന്നിട്ടുമില്ല, അതുപോലെ തുറന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചെല്ലാം ആൻസർ ചെയ്തു. ക്വൈറ്റ് എ സ്മൂത്ത് ഇതായിരുന്നു. എല്ലാം കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി വന്ന് അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്ത റൗണ്ടിന് വിളിച്ചു. അങ്ങനെ പല റൗണ്ട്സായി. ഇതിങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും കുറേ ആൾക്കാരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഫൈനൽ സെലക്ട് ചെയ്ത് മെഡിക്കലും കഴിഞ്ഞിട്ടാണ് അവർ ഓഫർ ലെറ്റർ തന്നാലേ പറയാൻ പറ്റത്തുള്ളൂ ജോലി കിട്ടുന്നു. അപ്പോൾ ഓഫർ ലെറ്റർ, അപ്പോൾ ഞാൻ ഓർത്തു പൈലറ്റായി, ഇനിയും പരിപാടി കഴിഞ്ഞു, നമ്മൾ കാത്തു കയറി. അത് കഴിഞ്ഞാണ് ഇതിൻ്റെ റിയൽ സംഭവം നടക്കുന്നത്. ഇത് നമ്മുടെ എയർഫോഴ്സ് പോലത്തെ ഒരു പരിപാടിയാണ്. അതായത് എല്ലാം നമ്മൾ അകത്ത് കയറിയെന്ന് തന്നെ വെച്ചോ. ഓക്കെ, ഇനി അവർ നമുക്ക് സ്റ്റൈഫൻഡ് തരും, അക്കോമഡേഷൻ തരും, എല്ലാം തരും. ഇതെല്ലാം കഴിയുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരു ആളെ കട്ട് ചെയ്യും. ഓക്കെ, ഫ്ലൈയിങ് അവർ നോക്കും, അവരല്ലേ പഠിപ്പിക്കുന്നത്. വിതിൻ 15 hours യു ഹാവ് ടു ഫ്ലൈ സോളോ. സോളോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചെറിയ പ്ലെയിനില്ലേ, ഈ 15 മണിക്കൂറോ? വിതിൻ 15 മണിക്കൂർ. 15 മണിക്കൂർ ട്രെയിനിങ് വരും. അത് അല്ല, ആദ്യത്തെ ട്രെയിനിങ് ആണ്. ഫസ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻസ്ട്രക്ടർ വരും നമ്മളോട്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് ആദ്യം സ്ട്രേറ്റ് ആൻഡ് ലെവൽ, ഓക്കെ, അതെല്ലാം പഠിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ സ്റ്റോൾ പഠിപ്പിക്കും, അതൊക്കെ പഠിപ്പിക്കും. ഇതെല്ലാം ഓരോ ദിവസം ഓരോ സോർട്ടീസ് ചെയ്ത്. അപ്പോൾ ഒരു സോർട്ടി 1 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 10 ആകുമ്പോഴത്തേക്ക് സർക്യൂട്ട്സ് തുടങ്ങും, 10-11 ആകുമ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് ഇൻസ്ട്രക്ടർ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരൊരു കോൺഫിഡൻ്റ് ആയിരിക്കണം, ഇവനെ വിട്ടാൽ ഇവൻ തന്നെ പറപ്പിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് 12th hour എന്നോട് ചോദിച്ചു സോളോ പോകണമെന്ന് ചോദിച്ചു. എനിക്ക് തന്നെ ഒരു ധൈര്യക്കുറവ്. അല്ല, എനിക്കൊരു കുറച്ചും കൂടെ ഒരു ടൈം തരാമോ, 1 more sort എന്ന് തന്നെ ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ ദെൻ ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് ഡേ പുള്ളി ഒന്നുകൂടെ വന്നു, 13 ഒന്നുകൂടെ ചെയ്തിട്ട് പുള്ളി സോ ഹൗ, ഓക്കെ ഐ ആം കംഫർട്ടബിൾ ടു. അപ്പോൾ പുള്ളി എന്നെ 13 hour സോളോ ക്ലിയർ ചെയ്തു. ഇപ്പോൾ സോളോ ക്ലിയർ ചെയ്ത് നമ്മൾ ആ ഒരു മെയിൻ കടമ്പ കഴിഞ്ഞു. ഇനിയുള്ള ട്രെയിനിങ് ഉള്ള ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര അത് ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്, മറക്കത്തില്ല നമ്മള്. അപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്ലെയിൻ ഇരുന്നുകൊണ്ട് ഇയാൾ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വർത്താനം പറഞ്ഞ് പോവാ പ്ലെയിനിൽ. നമ്മൾ ഓക്കെ റൊട്ടേറ്റ് ടേക്ക് ഓഫ്, ഓക്കെ മെയിൻറ്റെയിൻ എക്സ്ട്രാ ലെവൽ, ഓക്കെ 60 knots, ഇതൊക്കെ ഈ ചെറിയ പ്ലെയിൻ 152 എന്ന് പറഞ്ഞ സെസ്നയുടെ ഒരാളവിടെ ഇരിപ്പുണ്ടെന്നുള്ള ഒരു ഇതിൽ അങ്ങ് പറപ്പിക്കുക. അത് അങ്ങോട്ടൊക്കെ ആരുമില്ല, ഞാൻ മാത്രമേ നോക്കണ്ട. അത് കഴിഞ്ഞ് വന്നു, ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സെറമണി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ബക്കറ്റ് വെള്ളമൊക്കെ നടത്തി അമ്മമാരെല്ലാം നമ്മളെ ഇട്ട് കുളിപ്പിക്കുക. അത് വാട്ടർ സല്യൂട്ട് നമ്മുടെ തലയിൽ കൂടെ ബക്കറ്റൊക്കെ ഇടുന്ന് ഒഴിച്ച് ഐസൊക്കെ ഇട്ട് തടുപ്പിച്ച്, അതാണ് നമ്മുടെ ജീവിതത്തിൽ മറക്കാത്തൊരു പൈലറ്റ് ഒരിക്കലും മറക്കാത്തൊരു ഇതാണ്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അവിടെയും നമുക്ക് ഇത്രയും പേരോടൊപ്പം എല്ലാരും ക്ലിയർ ചെയ്യുന്നില്ല. നമ്മൾ 13 പേരുടെ ബാച്ച് ആയപ്പോൾ അവസാനം അത് 8 ആയി. കുറെ പേര് അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ അവരെയും പറഞ്ഞു വിടും. ഇതിനിട്ടാണ് നമ്മൾ ഓസ്ട്രേലിയ, പിന്നെ ഗ്രൗണ്ട് സ്കൂളൊക്കെ സിംഗപ്പൂർ എക്സാംസ് എല്ലാം എഴുതി, ATPL എക്സാംസും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ പോകുന്നു. ഓസ്ട്രേലിയയിൽ നമ്മൾ അവിടെ നമ്മുടെ തന്നെ ഒരു ഫ്ലൈയിങ് കോളേജുണ്ട്. അപ്പോൾ അവിടെ വിട്ട് നമ്മുടെ ഫുൾ ട്രെയിനിങ് അവിടെയാണ്, പെർത്തിൽ. അപ്പോൾ അവിടെ ആയിരുന്നു 1 വർഷത്തോളം. അവിടെ ഇതുപോലെ തന്നെ വീണ്ടും സെസ്ന 172 ആയി. ഇപ്പോൾ 152 172 ആയി. ഇച്ചിരി കൂടെ 4 സീറ്ററായി. അപ്പോൾ അതിലും ഇതേപോലെ സോളോ ക്ലിയർ ആണ്. പക്ഷേ ഭയങ്കര വ്യത്യാസമാണ് വെതർ. സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ അത്ര വിൻഡിയല്ല. പേർത്ത് എസ്പെഷ്യലി അവരുടെ സമ്മറിൽ നല്ല വിൻഡിയാണ്. അവരറിഞ്ഞുകൊണ്ടാണ് അത് ലൊക്കേഷൻ എടുത്തിരിക്കും. നിങ്ങളുടെ ശരിക്കുള്ള കഴിവ് പഠിപ്പിച്ചിട്ട് നിന്നേക്ക് വിടുന്നു. അങ്ങനെ വിൻഡി ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് അത്ര ഈസി അല്ല ഈ പ്ലെയിൻ. ഒന്നാമത് 172 ഭയങ്കര ഒരു അതിൻ്റെ വിങ് സ്പാൻ ഇത് വെച്ച് അതിൻ്റെ ഗ്രൗണ്ട് എഫക്റ്റ് ഭയങ്കര. ലാൻഡ് ചെയ്യാൻ വരുമ്പം ഇച്ചിരി ഡിഫിക്കൽട്ട്. 152 2 സീറ്റർ ഭയങ്കര കുറച്ചും കൂടി ഈസിയാണ് ലാൻഡ് ചെയ്യാൻ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞ് ഒരു ഫ്ലെയർ കൊടുത്ത സാധനം. ഇത് കഴിഞ്ഞാൽ ഫ്ലെയർ ചെയ്ത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് വേണം. അത് അപ്പം മറ്റേത് പഠിച്ചവരല്ല ഇത്. അപ്പം യു ഹാവ് ടു അഗെയിൻ ലേൺ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എവറി ടൈം യു കീപ് ചേഞ്ചിങ് എയർക്രാഫ്റ്റ്
യു ലേൺ എ സ്പെഷ്യൽ സ്കിൽ ഫോർ ദാറ്റ് എയർക്രാഫ്റ്റ്. നമ്മൾ അങ്ങനെ അഡാപ്റ്റബിൾ സ്കില്ലും കൂടെ വേണം അതിന്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ലൈസൻസ് അവിടുന്ന് കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടി. അപ്പോഴാണ് യു ആർ ഗെറ്റിംഗ് CPL കിട്ടുന്നത്. ഓ ഓക്കെ. CPL കിട്ടി തിരിച്ച് സിംഗപ്പൂർ വരുന്നു. ഇനി അടുത്ത ലിയോജെറ്റ് 45 എന്ന് പറയുന്ന പ്ലെയിനാണ്. മറ്റേ ജെറ്റില്ലേ, യൂസഫ് അലി ഉപയോഗിക്കുന്നതൊക്കെ മറ്റേ ഗൾഫ് സ്ട്രീം 650 ആണ്. ഇത് അത്ര ഇല്ല, ഇതൊരു അതിലും ചെറുത്, പക്ഷേ ഒരു 8 to 12 സീറ്റർ പ്ലെയിനാണ്. അപ്പം അത് നമുക്ക് ട്രെയിനിങ് ബ്രിസ്ബനിലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം സിംഗപ്പൂരിൽ പോയി ഗ്രൗണ്ട് സ്കൂൾ ഈ പേപ്പറിൽ എഴുതി പാസ്സാണ് ലിയോജെറ്റിൻ്റെ. പിന്നെ നമ്മൾ പിന്നെ ബ്രിസ്ബനിൽ പോന്നു. അപ്പോൾ അവിടെ നമുക്ക് സിമുലേറ്റർ സ്റ്റാർട്ട് ചെയ്തു. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് സിമുലേറ്റർ എന്നാണ് കാണുന്നത്. സിമുലേറ്റർ എല്ലാം പാസ്സായി, അതിൻ്റെ ബേസ് ചെക്ക് എല്ലാം പാസ്സായി കഴിഞ്ഞ് പിന്നെയാണ് റിയൽ ഈ എയർക്രാഫ്റ്റിൽ ഞാനൊരു ക്യാപ്റ്റനും കാണും, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ 2 പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു 3 hours ഫ്ലൈ ചെയ്യും, അവൻ 3 hours ഫ്ലൈ ചെയ്യും. അതാണ് എനിക്ക് ഒരു ദിവസത്തെ ഞങ്ങളുടെ ഫ്ലൈങ്. ഇത് അറൗണ്ട് ഓൾ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ. അതായത് നമ്മൾ മർച്ചിഡോർ എന്ന സ്ഥലമാണ്, സൺഷൈൻ കോസ്റ്റ്. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ റോക്ക്ഹാംപ്ടൺ, മക്കായി, ടൗൺസ്വിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, താഴെ കോഫ്സ് ഹാർബർ, ഓൾമോസ്റ്റ് ഒരു ഓസ്ട്രേലിയയുടെ നല്ലൊരു ഭാഗം കവർ ചെയ്യും ഇങ്ങനെ ഫ്ലൈ ചെയ്ത്. അപ്പം നമ്മളൊരു 25 hours അതിൽ ഉണ്ടാക്കും ഈ ലിയർ പറപ്പിച്ച്. ആ അവേഴ്സ് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ സിംഗപ്പൂരിൽ പോകുന്നു. ഇത് പാസ്സായി. ഇനിയാണ് അവർ 777 ഗ്രൗണ്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ബുക്കെല്ലാം വീണ്ടും 777 ഇതിൽ നിന്ന് മുഴുവൻ പഠിക്കണം. എന്നിട്ട് ആ എക്സാം എഴുതി പാസ്സാകണം. പാസ്സായി കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ സിമുലേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമുലേറ്റർ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ റിയൽ 777 സിമുലേറ്റർ എന്താണെന്ന് അറിയാത്ത പല ആൾക്കാരും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എ മോക്ക് ഓഫ് എ റിയൽ എയർക്രാഫ്റ്റ്. അതുപോലെ തന്നെ ഉള്ള സെയിം ബട്ടൺ എല്ലാം സെയിം ആയിരിക്കും. എവറിത്തിങ് ഈസ് സെയിം. നമ്മളകത്ത് കയറി നമ്മൾക്ക് അത് തന്നെയാണ്. ഇറ്റ്സ് സെയിം എയർക്രാഫ്റ്റ്. അത് ഫീലൊക്കെ കിട്ടുമോ? പല ടൈപ്പ് സിമുലേറ്റർ ഉണ്ട്. അതായത് നോർമൽ മൂവ് ചെയ്യാത്ത സിമുലേറ്റേഴ്സ് ഉണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫുൾ ഫ്ലെഡ് സിമുലേറ്ററാണ്. അതായത് അത് കംപ്ലീറ്റ് മൂവ്മെന്റ്സ് ഉള്ള. ഇപ്പോൾ നമുക്കൊരു എയറോ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. ഒരു ബ്രിഡ്ജ് ഇട്ടിട്ട് നമ്മൾ അതുവഴി നടന്ന് അകത്ത് കയറി പിന്നെ ഈ ബ്രിഡ്ജ് അങ്ങ് പൊക്കും. പിന്നെ ഇതിരിക്കുന്നത് 4 തൂണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക്കലി ഉണ്ട്, ഇപ്പൊ ഇലക്ട്രിക്കലി പുതിയ വരുന്നതൊക്കെ ഇലക്ട്രിക്കലി ഇതാ ആക്ച്വേറ്റഡാ. അപ്പൊ അതിലാണ് നമ്മൾ പിന്നെ ഈ ഫുൾ എല്ലാം പഠിക്കുന്നത്. എല്ലാം കിട്ടും. ആ വെയിറ്റ് ലോഡൊക്കെ അതേപോലെ കിട്ടും ആണല്ലേ? എല്ലാം കിട്ടും. പ്ലസ് സൗണ്ട് വരെ കൊടുത്തിട്ടുണ്ട്. ആ സെയിം സൗണ്ടും എല്ലാം ഒപ്പിക്കാൻ പറ്റും. സ്നോ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ അതൊരു വീഡിയോ സ്ക്രീനാണ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത്. മറ്റേ കോക്പിറ്റിൽ നിന്ന് കാണുന്നത് റിയൽ ആണെങ്കിൽ ഇതൊരു വിൻഡോ ആണ് വിത്ത് സ്ക്രീൻ ആക്ച്വലി പല. പക്ഷെ നമ്മളതിനകത്ത് ഇരിക്കുമ്പോൾ ശരിക്കും ഒരു 5D സിനിമ കാണുന്ന ഫീല്. അത് തന്നെ പരിപാടി. മറ്റേ എന്നിട്ട് ഇതെല്ലാം മൂവ് ചെയ്യും, ഫീൽ ചെയ്യും. ലാൻഡ് ചെയ്യാനും നമ്മൾ ഇതാണെങ്കിൽ നമുക്ക് അത് നല്ല ഇടിക്കുകയും ചെയ്യും. അതെല്ലാം അപ്പൊ ആ സിമുലേറ്റർ അതിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. കാരണം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട്. പക്ഷെ ആ സിമുലേറ്റർ ഓൾസോ സൂപ്പർ എക്സ്പെൻസീവ്. അപ്പൊ സിമുലേറ്റർ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയൽ എയർക്രാഫ്റ്റ് 777. പക്ഷെ അതിന് മുമ്പ് പാസഞ്ചേഴ്സിന് മുമ്പ് ബിക്കോസ് നമ്മൾ 0 ഇതിലല്ല സ്റ്റാർട്ട് ചെയ്തത്. സോ റിക്വയർമെന്റ് ഉണ്ട്. ഒരു ഫുൾ റിയൽ 777 എടുത്ത് ഞാനും എൻ്റെ ബഡിയും ഒരു ക്യാപ്റ്റനും ഒരു ഫസ്റ്റ് ഓഫീസർ കാണും സേഫ്റ്റി ആയിട്ട്. നമ്മൾ സിംഗപ്പൂർ ചാങ് എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് ജോഹോബാറും ഇല്ലേ, അവിടെ റൺവേ ഉണ്ട്. അവിടെ പോയി റിയൽ എയർക്രാഫ്റ്റിൽ ടച്ച് ആൻഡ് ഗോ നടന്നു. ഞങ്ങൾ ലാൻഡ് ചെയ്യും ഈ സ്റ്റുഡൻസ്. അവിടെ ടച്ച് ചെയ്തിട്ട് ടച്ച് ആൻഡ് ഗോ നമ്മൾ പൊക്കി ടച്ച് ചെയ്തു. വീണ്ടും റൺവേ കൂടെ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യും. വീണ്ടും സർക്യൂട്ട് എല്ലാം പോകുന്ന പോലെ ഗോ റൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ ഗോ റൗണ്ട് ടച്ച് ചെയ്ത് അങ്ങ് പോകല്ലേ. ഇത് ടച്ച് ചെയ്ത ശേഷം നമ്മൾ റോൾ ചെയ്യും. കുറച്ചും കൂടെ കഴിഞ്ഞ് സ്പീഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യത്തില്ല, സ്പോയിലേഴ്സ് ഉപയോഗിക്കത്തില്ല. എന്നിട്ട് വീണ്ടും സ്പീഡ് ജനറേറ്റ് ചെയ്തിട്ട് വീണ്ടും റോട്ടേറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും അതാണ് നമ്മൾ ടച്ച് ആൻഡ് ഗോ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പൊ വീണ്ടും നമ്മൾ ഇതേപടി അങ്ങനെ നമ്മളൊരു 3-4 പ്രാവശ്യം ഇത് ചെയ്യണം. നമ്മൾ ഫുൾ മാനുവൽ. അപ്പം കംപ്ലീറ്റ് മാനുവൽ ഹാൻഡ്ലിങ്. അപ്പൊ ഇൻസ്ട്രക്ടർ നമ്മളെ നോക്കും ഹൗ യു ആർ ഡൂയിങ് ഇറ്റ്. അങ്ങനെ സിമുലേറ്റർ ചെയ്തിട്ടുണ്ട് ഇത്. ഇനി റിയൽ ലൈഫിലാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഒരു മനസ്സിലായി വിൻഡ് കാര്യങ്ങളൊക്കെ ആ റിയൽ ടൈമാണ്. ഇത് പറയുന്നത് ദുബായിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ ഉണ്ടല്ലോ. എന്നിട്ട് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം റിയൽ പ്ലെയിൻ എടുത്ത് 777 എടുത്ത് സർക്യൂട്ട്സ് നടത്താന്ന്. എന്നിട്ട് അത് ഫസ്റ്റ് ടൈം ഫ്ലൈയിങ് എ ബിഗ് പ്ലെയിൻ. അതെ, ഇതാണ് ഞങ്ങൾ ട്രെയിനിങ് ഫ്ലീറ്റ്. അങ്ങനെ കുറെ റൗണ്ട്സ് അടിച്ചു കഴിഞ്ഞിട്ട് പാസ്സായി കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഓഫീസറാവും. അന്ന് നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ബാറും തരും. എന്നാ ഒരു ബാർ കിട്ടുന്നത്. ഈ വിങ് കിട്ടുന്ന കൊമേഴ്ഷ്യൽ CPL കഴിഞ്ഞിട്ടാണ് വിങ് കിട്ടുന്നത്.
അല്ല ഇവിടെ ഇപ്പൊ കുറെ അടുത്ത് കണ്ടിട്ടുണ്ട്, ഇവിടെ പിള്ളേർ ആദ്യത്തെ ഓരോ ആപ്പിലിട്ട് കിട്ടില്ല ഇവിടുത്തെ പരിപാടി. അത് ഓരോ ഇതായിരിക്കും. ഇപ്പൊ നമ്മുടെ അവിടുത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞാൽ ഒരെണ്ണം തരത്തുള്ളൂ. പിന്നെ ലൈൻ ട്രെയിനിങ് ആണ് 1 വർഷം. സെക്കൻഡ് ഓഫീസർ ആയി കഴിഞ്ഞാൽ 1 year ആണ്. സെക്കൻഡ് ഓഫീസർ ടു ഫസ്റ്റ് ഓഫീസർ 1 year ലൈൻ ട്രെയിനിങ്. ലൈൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ അവിടെ റൈറ്റ് സീറ്റിലിരിക്കും, ഒരു ഫസ്റ്റ് ഓഫീസർ ജംപ് സീറ്റിലിരിക്കും, ക്യാപ്റ്റൻ സീറ്റിലിരിക്കും. അത് ഇൻസ്ട്രക്ടർ ആയിരിക്കും. നമ്മൾ സാധാ പാസഞ്ചേഴ്സ് പോകുന്ന നോർമൽ എയർക്രാഫ്റ്റ് നിങ്ങളെല്ലാം കയറുന്നു. ഇപ്പൊ ജക്കാർത്തയിൽ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഞാനായിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. പഠിക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫീസർ പറയുകയും റിയൽ ഫസ്റ്റ് ഓഫീസർ പോലെ നമ്മൾ സെക്കൻഡ് ഓഫീസറാണ്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യും. അതായത് നമുക്ക് അപ്പോൾ നമ്മുടെ പൈലറ്റ് മോണിറ്റർ 2 ഫസ്റ്റ് ഓഫീസർ ശരിക്കും വിമാനത്തിന്റെ വലതുവശത്തിരിക്കും, ക്യാപ്റ്റൻ ഇടതുവശത്തിരിക്കും. അങ്ങനെയല്ലേ? അതെ. ഓക്കെ. അത് ഗ്ലോബലി അങ്ങനെ തന്നെ. ഗ്ലോബലി ശരി. എന്നിട്ട് നമ്മള് ഓരോ സ്ഥലത്ത് പോകും. റിയൽ ടൈം ഫ്ലൈയിങ് ആണ്. അപ്പം വി ഗോ ടു ഐഡിയ കിട്ടോ നമ്മൾ ഈ ഡ്രൈവ് ഓടിക്കുമ്പോ അല്ല ഇത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ആദ്യം അവർ നോക്കും നമ്മുടെ പൈലറ്റ് മോണിറ്ററിംഗ് സ്കിൽസ്. 2 സ്കിൽ സെറ്റ് ഉണ്ട് ഒരു പൈലറ്റ് മോണിറ്ററിംഗ്, പൈലറ്റ് ഫ്ലൈയിങ്. പൈലറ്റ് മോണിറ്ററിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ഉപയോഗിക്കുക, 80s ആയിട്ട് സംസാരിക്കുക, പേപ്പർ വർക്ക് ചെയ്യുക. പിന്നെ ഫ്ലൈ ചെയ്യുന്ന ആളെ നമ്മളും ഫോളോ ചെയ്യുന്നുണ്ട്, വെദർ ഹീസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. പിന്നെ കോൾ ഔട്ട്സ് വിളിക്കുക, ഇതെല്ലാം പൈലറ്റ് മോണിറ്ററിംഗിന്റെ ജോബ്. അപ്പോൾ ആദ്യത്തെ കുറേ ഫ്ലൈറ്റ്സ് പൈലറ്റ് മോണിറ്ററിംഗ് സ്കിൽസ് ആണ് അവർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഫ്ലൈ ചെയ്യും. അപ്പം നമ്മൾ ആ ഫസ്റ്റ് ഓഫീസർ ചെയ്യുന്ന അതായിരിക്കും ആദ്യത്തെ. വൺസ് അത് നമ്മൾ ഇതായി കഴിയുമ്പോൾ അടുത്ത പൈലറ്റ് ഫ്ലൈയിങ്. പിന്നെയാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നു, നമ്മൾ ലാൻഡ് ചെയ്യുന്നു. അപ്പം ക്യാപ്റ്റൻ മോണിറ്റർ ചെയ്തുള്ളൂ. ഹി വിൽ ഡു ദ പൈലറ്റ് മോണിറ്ററിംഗ്. അപ്പം നമ്മൾ പൈലറ്റ് ഫ്ലൈയിങ്. ശരിക്കും ഒരാൾ മതി ഇത് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാം. ശരിക്കും അങ്ങനെ പറ്റത്തില്ല. അല്ല, ഞാൻ പറയുന്നത് ഒരാളാണ് ഇതെല്ലാം ചെയ്യുന്നത്, മറ്റേ ആള് മോണിറ്ററിംഗ് ഇരിക്കുന്നതാണോ? അല്ല, റേഡിയോ സംസാരിക്കണ്ടേ, ATC ആയിട്ട് ചെക്ക് ലിസ്റ്റ് ചെയ്യണ്ടേ, ചേർന്ന് ഉള്ള പരിപാടിയല്ലേ? രണ്ടുപേരും കൂടെ ചേർന്ന്. എയർക്രാഫ്റ്റ് ഈസ് ഡിസൈൻ ഫോർ 2 people. ഓക്കെ. ഇറ്റ്സ് നെവർ എ സിംഗിൾ സീറ്റർ എയർക്രാഫ്റ്റ് ഉള്ളത്. സിംഗിൾ സീറ്റർ നമുക്ക് സെസ്ന 170 ഉറപ്പിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറച്ച് പ്ലെയിൻസ് ഉണ്ട് സിംഗിൾ സീറ്ററിനുള്ള ഓത്തറൈസേഷൻ ഉള്ള എയർക്രാഫ്റ്റ്സ് ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു പാസഞ്ചർ ജെറ്റ് ഡിസൈൻ മിനിമം there must be 2 guys and both have a role. ഇയാൾ ഫ്ലൈ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് ATC ആയിട്ട് ഈ പുള്ളിയാണ്. ഇപ്പൊ ലെറ്റ്സ് ഇയാൾ ഫ്ലൈ ആണ്, ക്യാപ്റ്റൻ ഫ്ലൈ ആണ്. ഇപ്പൊ പൈലറ്റ് മോണിറ്ററിംഗ് ATC എടുത്ത് ഓക്കെ ക്ലൈം 6000 feet, ക്ലൈം ഫ്ലൈ ലെവൽ 200. അപ്പം പുള്ളിയാണ് സെറ്റ് ചെയ്യുന്നത് 200. മറ്റേ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പൈലറ്റ് മോണിറ്ററിംഗ് സെറ്റ് ചെയ്യുന്നത് whenever he is manual flying the aircraft. ബട്ട് ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈലറ്റ് മോണിറ്ററിംഗ് പറയുകയാണ് അപ്പോൾ ATC കിട്ടി ക്ലൈം ഫ്ലൈ ലെവൽ 200. ഇപ്പോൾ റിപ്ലൈ ക്ലൈം ഫ്ലൈ ലെവൽ 200. അപ്പോൾ ആ പൈലറ്റ് ഫ്ലൈയിങ് ഇപ്പോൾ ഓട്ടോ പൈലറ്റിലാണ് ഇരിക്കുന്നത്, അയാളായിരിക്കും തിരിക്കുന്നത്, നോട്ട് ദ പൈലറ്റ് മോണിറ്ററിംഗ്. പൈലറ്റ് ഫ്ലൈയിങ് ആയിരിക്കും തിരിക്കുന്നത്. എനി ടൈം ദ ഗൈ ഈസ് ഫ്ലൈയിങ്, ദ പൈലറ്റ് മോണിറ്ററിംഗ് വിൽ സെറ്റ് എവറിത്തിങ്. കാരണം രണ്ടും കൂടെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ. ഓക്കെ. സോ ഓരോ ഒരു പ്രിസ്ക്രൈബ് ജോബ്സ് റോൾസ് ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ 777 സെക്കൻഡ് ഓഫീസർ ആയിട്ട് 1 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഓഫീസറായി. അപ്പോൾ 2 ബാർ കിട്ടി. അപ്പോഴാണ് ഫസ്റ്റ് ഓഫീസർ ആവുന്നത്. അപ്പോൾ ആക്ച്വലി യു ആർ നൗ യു ആർ പ്രൊഡക്റ്റീവ് ഗൈ ഇൻ ദ കമ്പനി. ദെൻ യു ആർ ഫ്ലൈയിങ് വിത്ത് നോർമൽ ക്യാപ്റ്റൻ, ഇൻസ്ട്രക്ടർ അല്ല. നോർമൽ ഒരു ക്യാപ്റ്റനും നമ്മളും കൂടെ പോവാ. ശരിക്കും പണി തുടങ്ങി. ഓക്കെ. അപ്പോഴത്തേക്ക് എത്ര വയസ്സായി? അപ്പം തന്നെ എനിക്ക് 4.5 years എടുത്തു. 28 വയസ്സായി കഴിഞ്ഞു. ഓക്കെ. അങ്ങനെയാണ്. പിന്നെ അത് കുറെ വർഷം ഫ്ലൈ ചെയ്തു 777. പിന്നെ 380 അവർ പ്രൊമോട്ട് ചെയ്തു. പിന്നെ 380 പഠിക്കാൻ പോയി വീണ്ടും. 3 മാസത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻ ആയോ? ഇല്ല, നമ്മൾ 777 തന്നെ ഫസ്റ്റ് ഓഫീസർ. ദെൻ 380 ഫസ്റ്റ് ഓഫീസറായി. പിന്നെ സീനിയർ ഫസ്റ്റ് ഓഫീസർ ആവും. ഫസ്റ്റ് ഓഫീസർ പിന്നെ അടുത്ത് 3 ബാർ കിട്ടും. ഓക്കെ. സീനിയർ ഫസ്റ്റ് ഓഫീസർ. അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ ആവുന്നത് 4 ബാർ. ഓക്കെ. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പോളിസിയാണ്. മറ്റേ ഓരോ കമ്പനികൾക്ക് ഓരോന്നുണ്ട്. ഇവിടെ എനിക്ക് തുടങ്ങുന്നതിന് ഫസ്റ്റ് ഓഫീസർ 3 ബാർ കണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇവിടുത്തെ ഇന്ത്യയിൽ. പക്ഷെ അവിടെ നമ്മളിങ്ങനെ വന്നു 1, 2, 3. അപ്പൊ സീനിയർ ഫസ്റ്റ് ഓഫീസർ ആയി നിങ്ങൾ ബോയിങ് 777 പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ ആ സമയത്താണ് 380 വരവ്. അതെ. ഓക്കെ. 380 ഉണ്ട്. നമ്മുടെ ടൈമായി, നമുക്ക് പ്രൊമോഷനായി. ഇപ്പൊ 380 പോയി. അപ്പൊ നമ്മൾ അത് പോയി വീണ്ടും ഇതെല്ലാം മറക്കണം. ബോയിങ് പഠിച്ചത് മുഴുവൻ എടുത്ത് കൊട്ടയിലിടണം. എന്നിട്ട് വീണ്ടും പഠിക്കണം എല്ലാം ആദ്യം തൊട്ട്. ഫുൾ എല്ലാം ഡിഫറെന്റാ. ഓക്കെ. കംപ്ലീറ്റ് സിസ്റ്റം ഡിഫറെന്റാ, മൊത്തത്തിൽ ഡിഫറെന്റ്. പക്ഷേ ഓക്കെ ചില സംഭവങ്ങൾ സിമിലർ ആണ്, ബട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജി ഡിഫറെന്റാ. ഇപ്പൊ ബോയിങ്ങിൽ ഒരു ഫ്ലൈറ്റ് ലെവൽ ചേഞ്ച് എന്ന് പറയും, എയർബസിൽ ഓപ്പൺ ഡിസെന്റ് എന്ന് പറയും. US ഇംഗ്ലീഷ് UK ഇംഗ്ലീഷ് ഒക്കെ പോലെ രണ്ടും സെയിം. ഫ്രഞ്ചാ, ഒരാൾ ഫ്രഞ്ചുകാരന്റെ ആണല്ലോ, ഒന്ന് അമേരിക്കാരന്റെ. ഫ്രഞ്ചുകാരൻ അവന്റെ രീതിയിലുള്ള ഇംഗ്ലീഷൊക്കെ എഴുതി വെക്കുക. പക്ഷെ അത്
രണ്ടും അതിൻ്റെ ഇറ്റ്സ് നൈസ്, ബോത്ത് ആർ നൈസ് എയർക്രാഫ്റ്റ്. അതിൽ രണ്ടും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് ടെർമിനോളജി, എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്, സിസ്റ്റംസ് ആർ ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ വീണ്ടും ഇരുന്ന് പഠിക്കണത് മൊത്തം പഠിച്ച് വീണ്ടും എക്സാം എഴുതി വീണ്ടും സിമുലേറ്ററൊക്കെ ചെയ്ത് അത് പാസ്സായ ശേഷമാണ് നമ്മൾ 380 വീണ്ടും ആ സീറ്റ് കയറിയിരിക്കുന്നത്. ഈ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം 380 അങ്ങനെ ഫ്ലൈ. ഇപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ ക്യാപ്റ്റൻ ആകുക എന്നുള്ള, അതിൽ 380 പിടിച്ച് ക്യാപ്റ്റൻ ആക്കത്തില്ല അവിടെ. ഐ ഹാവ് ടു ഗോ ടു സം അതർ എയർക്രാഫ്റ്റ്. അതെന്താ? അത് ഞങ്ങളുടെ കമ്പനിയുടെ പോളിസിയാണ്. കാരണം ഞങ്ങളുടെ കമ്പനി 380 എന്ന് പറഞ്ഞൊരു വളരെ പ്രീമിയം ആയിട്ട് വെച്ചിരിക്കുന്ന സീനിയേഴ്സിനുള്ള ഫ്ലീറ്റാണ്. ശരി. അപ്പം സീനിയർ ക്യാപ്റ്റൻസ് അങ്ങോട്ട് അവർ പ്രൊമോട്ട് ചെയ്ത് അങ്ങോട്ട് വരും. ഓക്കെ. അപ്പം നമ്മൾ ജൂനിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റൻ ആകുമ്പോൾ നമ്മൾ ആ ക്യാപ്റ്റൻ റാങ്കിൽ ജൂനിയർ ആകുമല്ലേ. ശരി. ഞാൻ മൂത്ത് നിറച്ചാകുമ്പോൾ 380 ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് 380 എത്താം. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നിങ്ങൾ 380 ഏത് റാങ്കിലാണ്? ഫസ്റ്റ് ഓഫീസറാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് 380 നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. നിങ്ങൾ 777 പോയാൽ നിങ്ങൾ ക്യാപ്റ്റൻ ആയോ? ഇല്ല. അപ്പം ഡിപ്പെൻഡ് ആ സമയത്ത് കമ്പനിയുടെ റിക്വയർമെന്റ് 777 ആണോ 350 ആണോ 737 ആണോ 787 ആണോ എന്റെ നറുക്ക് പോലിരിക്കുന്നത് ഏതിലാ ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ക്യാപ്റ്റൻ ട്രെയിനിങ്ങിന് പോയി. പിന്നെ ലെഫ്റ്റ് സീറ്റ് ആ സീറ്റിലിരിക്കും. ഓക്കെ, ഇൻസ്ട്രക്ടർ അപ്പൊ റൈറ്റ് സീറ്റിലിരിക്കും. ഫസ്റ്റ് ഓഫീസർ സീറ്റിലിരിക്കും വേറെ ഇൻസ്ട്രക്ടർ. എന്നിട്ട് നമ്മളുടെ ട്രെയിനിങ് മുഴുവൻ ചെക്ക്ഔട്ട് ചെയ്ത് നമ്മളൊരു ക്വാളിഫൈഡ് ക്യാപ്റ്റൻ ആകുമ്പോഴാണ് നമ്മൾ ലൈനിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതേപടി പ്രൊമോഷനായി മാക്സിമം 380 ആണ് നമ്മുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ്. ശരി. 380 ആ സമയമാകുമ്പോൾ അവിടെ കാണുമോന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങള് പൈലറ്റ് ആയി അല്ലേ? ശരിക്കും നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചാണല്ലോ, നിങ്ങൾ പൈലറ്റ് ആവാൻ വിമാനം പറത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് കാർ പോലും ഓടിക്കാൻ അറിയത്തില്ല. സത്യം. കാരണം ഞാൻ ഇവിടുന്ന് പോയ ഏജ് 17 കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കാർ ലൈസൻസ് ഇല്ല. പോയ രാജ്യം സിംഗപ്പൂരും, കാറിന് ഏറ്റവും വില പിടിച്ചൊരു രാജ്യവും. അവിടെ എന്തായാലും കാർ വായിക്കാൻ പറ്റൂല. അപ്പം പിന്നെ ഓർത്ത് നമ്മളവിടെ MRTയും ബസ്സും. ഇപ്പൊ നമുക്ക് കാറെന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല അവിടെ. കാറുണ്ട്, എനിക്ക് വിമാനം മതി. അല്ല, അപ്പൊ അങ്ങനല്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവിടെ പഠിക്കാനും പോയില്ല. പിന്നെ ലൈസൻസ് അവിടെ എടുക്കണം, നല്ല കാശ് കൊടുക്കണം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റും അതിന് $10,000 മുടക്കുണ്ട്. ആ സമയത്ത് അതിന്റെ ആവശ്യമില്ല, അവൾ പോകുന്നില്ല. അപ്പൊ അതിലെളുപ്പം വിമാനം പുറത്തായിരുന്നു. അതെ. അങ്ങനെ കഴിഞ്ഞപ്പോ നമ്മള് വിമാനത്തിൽ ലൈസൻസ് എനിക്ക് ജീവിതത്തിൽ ആദ്യം കിട്ടുന്നത്. ആദ്യത്തെ ലൈസൻസ് ഫ്ലൈങ് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പോയി. ഭാര്യ എന്റെ അടുത്ത് ആദ്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലേ? ഇല്ല. ഭാര്യയ്ക്ക് അറിയാം. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഡ്രൈവിംഗ് അറിയാത്ത പൈലറ്റ് ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. എന്തിന്റെയാ? കാറിന്റെ അല്ല, വിമാനത്തിന്റെ. കാറിന്റെ ഇല്ല. രാജ്യം അങ്ങനെ ആയപ്പോഴും അത് വലിയ പണിയായിരുന്നു. ഞാൻ ഓസ്ട്രേലിയ ഇതിന് പോയെന്നല്ലേ ട്രെയിനിങ്. എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല. അവിടെ കാർ ഉണ്ടായാലേ ഓസ്ട്രേലിയ സ്ഥലം അറിയാം. പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യമായിട്ടില്ല. നമ്മള് എന്നിട്ട് ഓരോരുത്തന്മാരെ കൈയും കാലും പിടിച്ചിട്ട് വേണം അവന്മാര് പോകുന്ന കൂട്ടത്തിൽ വേണം എനിക്ക് അവന്മാരോടെ കാറിൽ പോയി എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു. അല്ലെങ്കിൽ നമുക്കൊരു ടാക്സി വിളിക്കേണ്ടി വരും. പക്ഷെ ആക്ച്വലി ഡ്രൈവിംഗ് പഠിക്കുന്നത് നല്ലതാണ്. അല്ലെ ഞാൻ ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ടെക്നിക്കൽ തിങ്. ഇനിയിപ്പം സോ യു ആർ ഫ്ലൈങ് 380 നൗ. 380 എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണ്. സോ ഈ 380യുടെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയൊക്കെ പറയാമോ? അങ്ങനെ പ്രോസ് ആൻഡ് കോൺസ് ഇല്ല. അത് ഓഫ് കോഴ്സ് ഒരു ഫ്യൂൽ ഗസലറാണ്. അത് ഒത്തിരി ഒരു മണിക്കൂർ 12 ടൺ അത് ബേൺ ചെയ്യുന്നു. ഒരു മണിക്കൂർ? കാരണം 4 എഞ്ചിനല്ലേ. അതേസമയം 777 ടണ്ണാണ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പേലോട് വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ പ്ലെയിനിലൊക്കെ 471 സീറ്റുണ്ട്. പക്ഷെ അതിൽ 4 ക്ലാസ് ആയിട്ട്. അപ്പോൾ അല്ലാതെ നമുക്ക് ഇതിനകത്ത് 880 ആൾക്കാരെ കയറ്റാം ഫുൾ ഇക്കോണമി ആണെങ്കിൽ. പക്ഷെ അതിൻ്റെ നമ്മൾ നമ്മുടെ മെയിനായിട്ടുള്ള ബിസിനസ് ക്ലാസ്, മറ്റേ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ്. പക്ഷേ ഇത് ഭയങ്കര ക്വയറ്റ് എയർക്രാഫ്റ്റ്. എസ്പെഷ്യലി അതിന് അപ്പർ ഡെക്കിൽ ഭയങ്കര നമ്മൾ അറിയുന്നതല്ലേ, ഇത് ഭയങ്കര ക്വയറ്റായി. അതുകൊണ്ടാണ് ഈ പാസഞ്ചേഴ്സിന് ഭയങ്കര ഇഷ്ടം ഈ ഒരു സ്മൂത്ത് എയർക്രാഫ്റ്റ്. അതിന് ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഒരുപാട് കുടിക്കുന്ന ഒരു എയർക്രാഫ്റ്റ്. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അതും അത്രയും വീൽസ് ഉണ്ട് നമുക്ക്. എന്നുവെച്ചാൽ ഏകദേശം 22 വീലുണ്ട്. 22 വീലുണ്ടോ? ആ, അതായത് ബോഡി ലാൻഡിങ് ഗിയർ ഉണ്ടല്ലോ, അതായത് തൊട്ട് താഴെ അത് 6 എണ്ണം ഒരു സൈഡിലുണ്ട് ഒരു ബോഗിയിൽ. ഓക്കെ. ഇപ്പുറത്ത് 6 എണ്ണം. പിന്നെ വിങ്ങിന്റെ അടി 2 4 എണ്ണം ഉണ്ട് അവിടെ. ഇപ്പുറത്ത് 4. അപ്പം തന്നെ 20ആയി. പിന്നെ ഫ്രണ്ട് 2 എണ്ണം. ഈ വിങ്ങിന്റെ അടിയിലുള്ളത് എപ്പോഴാ വന്ന് താഴുന്നേ? ലാൻഡ് ചെയ്യും എല്ലാം എപ്പോഴും അവിടെ ഇരിപ്പുണ്ടല്ലോ. ലാൻഡ് ചെയ്യുമ്പോൾ എല്ലാം ഇറങ്ങുന്നുണ്ടോ? ഓക്കെ, മനസ്സിലായില്ലേ? ഒന്ന് ബോഡിക്കകത്തിരിക്കുന്നു, ഒന്ന് നോർമൽ നിങ്ങൾ കാണുന്ന പ്ലെയിനിന്റെ അവിടെ ഇരിക്കുന്നു. ശരി. 777 കണ്ടില്ലേ എവിടെ ഇരിക്കും? അവിടെ തന്നെയാണ് മറ്റേ 4 എണ്ണം പുറത്തിരിക്കുന്നത്. ഓക്കെ. പക്ഷെ 777 ബോഡിയുടെ അടി വീലില്ല. അത് ഇതിനേ ഉള്ളൂ. ബോർഡുള്ള പിന്നെ ആന്റണോഫിനൊക്കെ ഉണ്ട്. ഓക്കെ. പഴയ ഒരു 350 ഉണ്ടായിരുന്നു അതുപോലെ. ഓക്കെ. ഇപ്പൊ ഈ
അതുകൊണ്ടാണ് ഇത് ഒത്തിരി ടയേഴ്സ് കൂടുതലുണ്ട്. കോൺകോർഡിനും ഉണ്ടല്ലോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മാറി മാറി. അതിന്റെ വ്യത്യാസം ഓരോ എയർക്രാഫ്റ്റിന്റെ വ്യത്യാസമായിട്ട്. അപ്പൊ ഇത്രയും പ്ലെയിനിന്റെ വീലില് അപ്പൊ മെയിൻ്റെനൻസ് കൂടുതൽ. നമ്മൾ ഇത്രയും പ്രാവശ്യം ലാൻഡ് ചെയ്യുമ്പോൾ വീല് മാറണ്ടേ. മറ്റേ 777 6, 14 വീലുള്ളൂ. ഇത് എക്സ്ട്രാ അത്രയും വീല് മാറണം. കാരണം ഇത്രയും ബ്രേക്കിംഗ് കഴിയുമ്പം അതാണ് വേറെ ടയറെല്ലാം വരും. അല്ലാതെ ഉള്ള ഇഷ്യൂസ് ഒന്നും എനിക്ക് നല്ലൊരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ ഭയങ്കര സ്റ്റഡിയാണ് ഫ്ലൈ ചെയ്യാനും. ഓക്കെ, ട്രാവൽ ചെയ്യാനും സുഖമാണ്. ബോയിങ് 777 കുറച്ചുകൂടെ നോയ്സി ആക്ച്വലി അതിന്റെ കോക്പിറ്റ് ഒക്കെ വെച്ചാൽ സൗണ്ട് ഇൻസുലേഷൻ കുറവായിരുന്നു. അത് അന്നുണ്ടാക്കിയ പ്ലെയിനില്ല, പിന്നീടല്ലേ എയർബസ് ഒക്കെ വന്നു. ഇപ്പം പുതിയ ബോയിങ്ങിന്റെ ഒക്കെ വളരെ ക്വയറ്റ് ആയിട്ടുള്ള, കാരണം കോമ്പോസിറ്റ്സ് മാറിയില്ല, അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മാറി അങ്ങനെ. ശരിക്കും ഈ ഒരു 380 വിമാനത്തിന്റെ വിത്തൗട്ട് പാസഞ്ചേഴ്സ് ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ടാവും? ഓക്കെ, ഇഫ് യു ആർ ടോക്കിംഗ് ഞങ്ങളുടെ മാക്സ് ടേക്ക് ഓഫ് വെയിറ്റ് 569 ടൺസ് ആണ്, 569 ടൺ മാക്സ് ടേക്ക് ഓഫ് വെയിറ്റ് വിത്ത് പാസഞ്ചേഴ്സ്. എത്ര ദൂരത്തേക്കെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. എന്നാലും ഇല്ല, നമുക്ക് ഇത്രയും മാക്സ് എവിടെ പോയാലും മാക്സ് ഇത്രേ പറ്റത്തുള്ളൂ. ഇതിന് താഴോട്ട് അല്ലെങ്കിൽ ഉള്ള നമ്മള് ലോഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതനുസരിച്ചായിരിക്കും നമ്മൾ ടേക്ക് ഓഫ്. ഇപ്പോൾ ലണ്ടനിൽ പോകാനാണെങ്കിലും ഇത്രയും ടണ്ണ് ഫ്യൂൽ, ഒരു 200 ഇത് വരും. 200 ടൺസ് ഓഫ് ഫ്യൂല് തന്നെ ലണ്ടനിലോട്ട് ആവശ്യം വരും നമുക്ക്. 200 ടൺ ഫ്യൂലും. അതാണ് മെയിൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? 200 ടൺ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ഉണ്ടാവും ഏകദേശം? ലിറ്ററിലാക്കണമെങ്കിൽ ഫോർമുല കാൽക്കുലേഷൻ നടത്തണം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് വേ യു ആർ ഫ്ലൈയിങ് ടു. പ്ലസ് ഇത്രയും പാസഞ്ചർ ലോഡ്. അങ്ങനെയാണ് 569 ആണ് മാക്സ്. നമ്മൾ 569 ഒരിക്കലും പോകുന്നില്ല. അതിനകത്ത് ഒരു 565, 564. അപ്പം എന്നിട്ട് പക്ഷേ അത് ടേക്ക് ഓഫിന്റെ വെയിറ്റ് ആണ്. ലാൻഡിങ്ങിന് വരുമ്പോൾ 391 പറ്റത്തുള്ളൂ. അതായത് ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 391 താഴെ ആയിരുന്നു വെൻ യു കം ടു ലാൻഡ്. ഓക്കെ, അപ്പം ബട്ട് ലെറ്റ്സ് സേ നമ്മൾ സിംഗപ്പൂരിൽ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ഒരു പ്രോബ്ലം വന്നു, നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു ബേൺ ദാറ്റ്. അതിനാണ് നമ്മൾ ഹോൾഡ് ചെയ്ത ഫ്യൂൽ എല്ലാം പുറത്തോട്ട് കളയുന്നത്. അതെങ്ങനെയാണ് ഈ ഫ്യൂൽ പുറത്തേക്ക് കളയുന്നത്? അത് ആ വിങ്ങിന്റെ അവിടെ ഒരു ജെറ്റിസൺ ചെയ്യാനുള്ള നോസിൽ വെച്ചിട്ടുണ്ട്. അപ്പം ആ നോസിൽ നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്തുമാത്രം കളയാനുള്ളത് നമ്മൾ പഞ്ച് ചെയ്ത് അതനുസരിച്ച് അത്രയും സാധനം പുറത്തോട്ട് തള്ളും, ആകാശത്തേക്ക് പോകും. ഓക്കെ, അത് പക്ഷേ ഇത്ര ഹൈറ്റ് 6000 ഫീറ്റിന് മുകളിലായിരിക്കും നമ്മളെല്ലാം ചെയ്യുക. 6-7,000 അപ്പോൾ പെർമിഷനും വാങ്ങിക്കണം. അപ്പം അത് ആകാശത്ത് വെച്ച് തന്നെ അങ്ങ് ഇവാപറേറ്റ് ആയി പോകും, താഴെ എത്തുന്നില്ല. ഓക്കെ, ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ വിമാനത്തിന്റെ ചിറയിൽ എങ്ങനെയാണ് ഇത്രയും ഇന്ധനം സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ 380യുടെ വിങ്ങില് മാത്രമല്ല, വിങ്ങിലും ഉണ്ട്, ടെയിലും ഉണ്ട്. ടെയിൽ സെക്ഷനിൽ ഒരു ട്രിം ടാങ്ക് ഉണ്ട്. അത് 380യുടെ ഒരു പ്രത്യേകത. 777 വിങ്ങില് മാത്രമേ ഉള്ളൂ. ഇത് വിങ്ങില് ടെയിലുള്ളത് വെച്ചാൽ അത് CGയും കൂടെ ഇത് ചെയ്യണം, സെന്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഫ്യൂൽ വെച്ചിരിക്കുന്നത്. അത് ഓട്ടോമേറ്റഡ് സിസ്റ്റം മൊത്തം. അത് ആവശ്യത്തിന് ഇങ്ങോട്ട് പമ്പ് ചെയ്തോണ്ടിരിക്കും ഫ്രണ്ടിലോട്ട്. നമുക്കാണ് അത് പമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ മെസ്സേജ് തരും. അപ്പൊ ഇതിങ്ങനെ പമ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത്രയും മണിക്കൂർ കഴിയുമ്പോൾ ഇത്രയും വെയിറ്റിൽ വ്യത്യാസം വരുമല്ലോ. അപ്പൊ പുള്ളി CG വീണ്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി അവിടെ നിന്ന് സാധനം അങ്ങോട്ട് വിടും. എന്നിട്ടാണ് ബാലൻസ് ചെയ്യുന്നത്. ഹൈലി ഓട്ടോമേറ്റഡ് ആണ് സിസ്റ്റം. ബട്ട് യു നീഡ് ടു നോ ദ സിസ്റ്റം. സോ ഇത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഡസൻ മീൻ ഇന്ന് ഞാൻ വായിക്കണം 380യുടെ ബുക്ക് എടുത്ത് ഞാൻ ഇടയ്ക്ക് വായിക്കും. കാരണം ചില സമയത്ത് നമ്മൾ സിസ്റ്റം നോളജ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. വീണ്ടും ഇരുന്ന് വായിക്കും. ഓക്കെ, ഇതിങ്ങനെയാണ്. അപ്പം യു ഹാവ് എൻ ഐഡിയ വെൻ യു സീ തിങ്സ് വാട്ട്സ് ഹാപ്പനിങ്. ഓക്കെ, ഓർ യു നോ വെയർ ടു റീഡ്, വെയർ ടു ഫൈൻഡ് ഇൻഫർമേഷൻ. അതാ എല്ലാവരും ഓർക്കുന്നത് ഇത് അങ്ങോട്ട് ചെന്ന് നമ്മൾ ഒരു ബാഗ് എടുത്ത് അങ്ങ് പോവുക. അതല്ല, ഇതിന് ഒത്തിരി പ്രിപ്പറേഷൻ ഉണ്ട്. പൈലറ്റ് ബാഗ് ഒക്കെ ആയിട്ട് വരുന്നു, വലിയ ട്രോളി ഒക്കെ ആയിട്ട് വരുന്നു, കൂടെ 18 എയർ ഹോസ്റ്റസ്മാരും ഉണ്ടാവും. എന്നിട്ട് ഇവര് വന്ന് കയറിയിരുന്ന് പറപ്പിക്കുന്നു. ഇത് ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ട് എനിക്ക്. ആക്ച്വലി അതിന്റെ തലേദിവസം ഞാൻ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ തലേദിവസം ഇരുന്നുകൊണ്ട് നമ്മള് നാളെ പോകാനുള്ളത്. ഓക്കെ, ഇപ്പം സ്ഥിരം ഇപ്പൊ ലണ്ടനിൽ പോകുന്നതുകൊണ്ട് അത് ഞാൻ അത്ര നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്നതിന് രാവിലെ നോക്കാറുള്ളൂ. അപ്പൊ അതല്ല, കുറെ നാളായി ഞാൻ ഇവിടെ ലെറ്റ്സ് മെൽബണിൽ പോയി, ഒരു ജപ്പാനിൽ പോയി. അപ്പൊ നമ്മൾ ഉടനെ ജപ്പാന്റെ ചാർട്ട്സ് എല്ലാം എടുത്ത് ആ പോകുന്ന റൂട്ട് അന്ന് തലേദിവസം പോയ ഫ്ലൈറ്റിന്റെ ഇതെല്ലാം പ്ലാൻ എടുത്തിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്യും ഏതുവഴി അവർ പോയത്. അപ്പൊ റഫ്ലി ആ റൂട്ടിങ് ആയിരിക്കും നാളെ മൈറ്റ്. ഇപ്പൊ എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട് സിംഗപ്പൂർ പിന്നെ ഇതിൽ സംസാരിക്കേണ്ടത്, മലേഷ്യയിൽ എന്താക്കി അവർ പുതിയ റിക്വയർമെന്റ്സ് ഉണ്ടോ. സോ യു ഷുഡ് നോ ദാറ്റ് എയർവേസ് ആൻഡ് വിച്ച് സെക്ടേഴ്സ് യു ആർ ഫ്ലൈയിങ് ഓവർ വിച്ച് ആർ ദ കൺട്രി. പിന്നെ ആ എയർപോർട്ടിൽ എന്തെങ്കിലും വർക്ക്സ് നടക്കുന്നുണ്ടോ, ഇപ്പോൾ നോ ടൈംസും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നോക്കും. ഇതെല്ലാം റഫ്ലി നമുക്ക് പ്രിപ്പറേഷനുള്ള സാധനങ്ങളതല്ല. പിന്നെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അന്ന് രാവിലെ ഒരു 3 hours മുമ്പ് ഞങ്ങൾക്ക് ഇത് കിട്ടും.
പ്ലേൻ. അപ്പം ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് ഇന്നൂടെ നോക്കും ഇതെല്ലാം ആപ്ലിക്കബിൾ ആണോ ഇന്നും. ചില സംഭവങ്ങൾ ഇന്നലെ മാത്രമേ ആപ്ലിക്കബിൾ ആയിരിക്കും, ഇന്ന് ആപ്ലിക്കബിൾ അല്ല. ചില എക്സിറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാം മാർക്ക് ചെയ്യണം നമ്മുടെ മാപ്പിൽ, ഇത് ക്ലോസ്ഡ് ആണ്, ഈ റൺവേഡ് എന്ന് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒരു മെന്റലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ എന്തൊക്കെ അപ്രോച്ചസ് അവിടെ ഉണ്ട്, ILS ഉണ്ടോ, VOR ആണോ, അപ്പോൾ അതുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെന്റ് മിനിമം എത്രയാണ്, അന്നത്തെ വെതർ കൊള്ളാവോ, ആ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ മാക്സ് ഇതിലാണോ വെതർ ഇരിക്കുന്നത്, ഇൻ കേസ് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഡൈവേർഷൻ എയർപോർട്ട് എവിടെയാണ്, ആ എയർപോർട്ടിൽ എന്തൊക്കെ ലാൻഡിങ് എയ്ഡ്സ് അവൈലബിൾ ആണ്, അവിടുത്തെ വെതർ എങ്ങനെയുണ്ട്. സോ ഇതെല്ലാം ഒരു മെന്റലി നമ്മുടെ ഇതിനകത്തുണ്ട്. സോ യു നോ വാട്ട് ടു, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ത്രൂ a lot of experience you learn. പക്ഷേ ആദ്യം തന്നെ it was really a overload of information ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് we know okay this is what is there, what is it. ഇപ്പം നമ്മൾ ഈ പഴയ ക്യാപ്റ്റൻ ഇവർക്ക് എല്ലാം അറിയാമല്ലോ, ഇതല്ലേ നമ്മൾ ഈ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആവും. പിന്നെ നമ്മളൊരു ഇതാവും, we know what to look out for. അതാണ് മെയിൻ സംഭവം അല്ലേ. സോ ഇത് ആരും വിചാരിക്കില്ല ഇത് അങ്ങോട്ട് ചെന്നവണെ ഓട്ടോ പൈലറ്റ് ഇട്ട് അങ്ങ് പോവുക. ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക് ഇൻവോൾവ് ബിഹൈൻഡ് ദ സീൻ. And on the day also there's a lot of work to be done. So sometimes you really have to work for the money which you're getting. You know, ചില സമയത്ത് really bad weather situations വരും. You know, it's like അന്ന് നമ്മൾ സ്വെറ്റ് ചെയ്യും ശരിക്കും. അവിടെ കൊണ്ട് ലാൻഡ് ചെയ്ത് ഇടുകയെന്ന് it's people's life, my life, ഇല്ലേ? It's a lot of things involved. The bets are all out there. So ഒരു എക്സ്പീരിയൻസ് ആണ്. But generally I would say ഒരു 80% kind of quite smooth ആയിരിക്കും. But 20% there's always something happening. അങ്ങനെ എന്തെങ്കിലും സംതിങ് ഹാപ്പനിങ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നേക്കുന്ന ഒരു മെഡിക്കൽ ഡൈവേർഷൻ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതേപോലെ നമ്മൾ ലണ്ടനിലോട്ട് പോകുമ്പം ഇറാൻ്റെ മണ്ടയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ ദുബായിൽ ഡൈവേർട്ട് ചെയ്തു, ഫ്ലൈറ്റ് ഡൈവേർട്ട് ചെയ്ത് പാസഞ്ചറിനെ ഇറക്കി. അവർ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പിന്നെ അവർ ആംബുലൻസൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം ഇത്രയുണ്ട്, നമുക്ക് ഇത്രയും മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഡ്യൂട്ടി ടൈം എക്സീഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സീഡ് ചെയ്യാൻ നമുക്ക് പ്രശ്നം. അപ്പം യു കാൺ ഫ്ലൈ ദാറ്റ് ഡേ, യു ഹാവ് മിനിമം റെസ്റ്റ് ആഫ്റ്റർ ദിസ്. അപ്പം നമ്മളെല്ലാവരും പാസഞ്ചേഴ്സിന് എല്ലാവർക്കും ഹോട്ടൽ പ്രൊവൈഡ് ചെയ്തു. ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി. അവിടെ കിടന്ന് ഇത്രയും മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് അടുത്ത ദിവസം ഈ ഫ്ലൈറ്റ് വീണ്ടും അവിടെ ലണ്ടനിലോട്ട് പോയി. നിങ്ങൾ തന്നെ, കാരണം അവിടെ ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് വേറെ പൈലറ്റ് വരാനില്ലല്ലോ. ഇല്ല, അതിന് വരാനും ഇല്ല. അതിനല്ല, അവിടെ നമ്മുടെ ഹബ്ബും അല്ലല്ലോ. അപ്പോൾ സിംഗപ്പൂരിലാണെങ്കിൽ നമുക്ക് ഇപ്പോഴും അടുത്ത പൈലറ്റ്സിനെ വിളിക്കാം. ഇതിപ്പോ എമിറേറ്റ്സിന്റെ വിമാനത്തിൽ ഓടിക്കുന്ന 380 ഓടിക്കുന്ന പൈലറ്റിനെ നമുക്ക് വിളിച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഐ എം ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ട്. ഇത്ര മണിക്കൂർ നമുക്ക്, ഇത്ര മണിക്കൂർ ഉറക്കം വേണം, ഇത്ര മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. വാർത്ത കൊടുക്കുമ്പോൾ പറയും പൈലറ്റ് ഇറങ്ങിപ്പോകുന്നു. അത് എന്തിനാ ഇറങ്ങിപ്പോയെന്നുള്ള ആരും ചോദിക്കുന്നില്ല. പൈലറ്റ് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പൈലറ്റിന്റെ പണി പോകും. അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. DGC, ഇവിടുത്തെ DGC സസ്പെൻഡ് ചെയ്യും. കാരണം എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ആ ലൈസൻസിൽ ആ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ലോസ് ഉണ്ടോ അതെല്ലാം ഫോളോ ചെയ്യാന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈ റിക്വയർമെന്റ്. ഓണേഴ്സ് ഈസ് ഓൺ യു. അപ്പൊ ഇങ്ങനെയൊക്കെ ദുബായിലൊക്കെ ലാൻഡ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും ഈ വിസ റിക്വയർമെന്റ്സ് വരുന്ന പാസഞ്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ വരുമ്പം ദൈവൽ ഒരു ഡിസ്പെൻസേഷൻ കിട്ടും പാസഞ്ചേഴ്സിനൊക്കെ. കാരണം അത് എയർലൈൻ തന്നെ, കാരണം ഇതെല്ലാം വേറെ എങ്ങോട്ടോ പോകുന്ന പാസഞ്ചേഴ്സിന്റെ. സോ ദേ വിൽ ഗെറ്റ് എ ഡിസ്പെൻസേഷൻ. അതെല്ലാം നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫ് ഹാൻഡിൽ ചെയ്തോളൂ. അങ്ങനത്തെ എന്ത് കോസ്റ്റാ വരുന്നത്? അതെ, നല്ല കോസ്റ്റ്. പേർക്ക് ഹോട്ടൽസ് ഇതൊക്കെ ഇൻഷുറൻസ് കവർ ചെയ്തോളൂ. ശരിയാ, മണി ഇൻവോൾവ് ഇൻ ഇറ്റ്സ്, ലോട്ട് ഓഫ് മണി. പിന്നെ നമ്മുടെ ഫ്യൂവൽ ഡിലേ ആവുന്നു. പിന്നെ ആ പ്ലെയിൻ അവിടെ എത്തിയിട്ട് അവിടെ വരാനുള്ള ഇതിന്റെ പുറകെ ജോലി ചെയ്യുന്നത് വലിയ ജോലി. ഇത് വരിക്കോളി ഓപ്പറേഷൻ സൈഡ് ചെയ്യുന്നവര് പലപ്പോഴും നമ്മൾ അവരെ കാണാതെ പോകുന്നുണ്ട്. നമ്മൾ ആ കാണുന്ന പൈലറ്റിനെ, ക്യാബിൻ ക്രൂവിനെ, ഇതിനകത്ത് എഞ്ചിനീയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. എയർ ട്രാഫിക് കൺട്രോളേഴ്സ്, ഈ ഗ്രൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നവര്, ഞാൻ എപ്പോഴും അവരെ എല്ലാവരും മറന്നു പോകുന്നത്. ഇപ്പൊ എനിക്ക് പ്രത്യേകം അവരെ എടുത്ത് പറയാൻ തോന്നുന്നു. ഗ്രൗണ്ട് ഹാൻഡിലേഴ്സ്, ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന പേര്, ലോഡേഴ്സ്, ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കാണ്. ഒരു സിനർജി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എൻഡ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അല്ല ഞങ്ങൾ മാത്രം വിചാരിച്ച് പ്ലെയിൻ പറക്കത്തില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ലോഡ് ചെയ്യേണ്ടി വരുന്നത്, മനസ്സിലായില്ലേ? സോ എവറിബഡി ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദിസ് ഇക്വേഷൻ. സോ ഓൾവേസ് നോ ദേ ആർ അൺസങ് ഹീറോസ് എന്ന് പറയുന്നത്. ദോസ് ഗൈസ് ആർ വെരി ഇമ്പോർട്ടന്റ്. അതെ. ഓടിക്കുന്നതില് ലോങ്സ്റ്റ് ഫ്ലൈറ്റ് ഏതൊക്കെയാണ്? ഇപ്പൊ ഞങ്ങളുടെ ഒന്ന് ന്യൂയോർക്ക്
ന്യൂയോർക്ക് ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്. ന്യൂയോർക്കും നെവാർക്കും അടുത്തടുത്തുള്ള അതെ, നിയർ ബൈ സ്ഥലങ്ങളല്ലേ? അതെ. അത് ഡയറക്റ്റ് ഫ്ലൈ ചെയ്യുന്ന നമ്മുടെ ഒന്ന് ന്യൂജേഴ്സിയിലാണ്, ഒന്ന് മറ്റേ പിന്നെ ബോസ്റ്റൺ ഇല്ല ന്യൂയോർക്ക് ജമൈക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് JFK ഇരിക്കുന്നത്. സിംഗപ്പൂർ, ന്യൂയോർക്ക്, നെവാർക്കും ആണ് 380 ഫ്ലൈ ചെയ്യുന്നത്. ഇല്ല, അത് മറ്റേ ഇത് 350 അത് മറ്റേ ലോങ്സ്റ്റ് ഫ്ലൈറ്റ് ഇൻ ദ വേൾഡ് ഇപ്പോഴും പറയാവുന്ന സാധനം. 380 അങ്ങോട്ട് ഫ്ലൈ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പണ്ട്. ഫ്രാങ്ക്ഫർട്ട് ന്യൂയോർക്ക് ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വർഷം മുമ്പ് അവർ നിർത്തിയ ഫ്രാങ്ക്ഫർട്ട് 380 ഫ്രാങ്ക്ഫർട്ട്, സിംഗപ്പൂർ ഫ്രാങ്ക്ഫർട്ട് ന്യൂയോർക്ക് പോകുമായിരുന്നു. ഇപ്പൊ അത് സ്റ്റോപ്പ് 777 ആണ് ആ റൂട്ട് ഇപ്പൊ ഫ്ലൈ ചെയ്യുന്നത്. നിലവിൽ ഇപ്പൊ 380 ഫ്ലൈ ചെയ്യുന്ന മാക്സിമം ഏതാണ്? ഇപ്പൊ ലണ്ടനാണ് ലോങ്സ്റ്റ്. ഹീത്രോ ഡെയിലി 2 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര ഫ്ലൈയിങ് ഉണ്ട്? എത്ര മണിക്കൂർ ഫ്ലൈയിങ് ഉണ്ട് സിംഗപ്പൂർ ലണ്ടൻ? 14 hours. ഈ 14 hours നിങ്ങൾ എത്ര ക്രൂ ഉണ്ടാവും? 4 പേരുണ്ട്. അതായത് ഒരു ഫസ്റ്റ് ഓഫീസർ അല്ല, 2 ഫസ്റ്റ് ഓഫീസർ 2 ക്യാപ്റ്റൻ ഉണ്ടാവും, ആണോ? അപ്പൊ അറ്റ് എ ടൈം 2 പേര് വർക്ക് ചെയ്യും. അതെ, ബാക്കി അവർ ഉറങ്ങുമായിരിക്കും, റെസ്റ്റ് ചെയ്യായിരിക്കും. അപ്പൊ അവർ ബങ്കിപ്പോൾ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് പകുതി ആകുമ്പോൾ ഷിഫ്റ്റ് ചേഞ്ച് ആകുമ്പോൾ അവർ വരും, ഇവിടെ ഞങ്ങൾ പോയി ഇറങ്ങും. അപ്പൊ നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യും, അവർ ലാൻഡ് ചെയ്യും? അങ്ങനെയല്ല, അല്ല. ടേക്ക് അതൊരു വ്യത്യാസമുണ്ട്. ടേക്ക് ഓഫ് ചെയ്യുന്ന അന്നത്തെ ഫ്ലൈറ്റിന് ഒരു കമാൻഡർ ഉണ്ട്. ഈ മറ്റേ ക്യാപ്റ്റൻ ഉണ്ടെങ്കിലും ഒരാളായിരിക്കും അന്നത്തെ കൊമാൻഡ് ടീം എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ ഒരു ഫസ്റ്റ് ഓഫീസറാണ് കൊമാൻഡ് അന്നത്തെ, മറ്റൊരു ഡെപ്യൂട്ടിയാ. ആ ടേക്ക് ഓഫ് ചെയ്യുന്ന ക്യാപ്റ്റൻ ലാൻഡ് ചെയ്യാനും വന്നിരിക്കും, ഇയാളെ മാറി കൊടുക്കണം. മറ്റേ പുള്ളി ജസ്റ്റ് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഫോർ ദാറ്റ് വെൻ ഹി സ്ലീപ്പിംഗ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ മറ്റേ ക്യാപ്റ്റൻ ആയിരിക്കും ഇൻ കമാൻഡ്. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് അപ്പൊ 2 പേർക്കും ഓരോ സെക്ടർ കൊമാൻഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെ വർക്ക് ചെയ്യുന്നത്. 4 പേരെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത്. അതേപോലെ മറ്റേ ക്യാബിൻ ക്രൂവും മാറുമായിരിക്കും അല്ലേ? 25 ക്യാബിൻ ക്രൂ ഉണ്ട് ഞങ്ങൾക്ക്. 25 പേര്, ഞങ്ങൾ 29 ആൾക്കാരാണ് അതിനകത്തുള്ളത്. ക്രൂ മാത്രം 25 എണ്ണം. അവർക്ക് ഷിഫ്റ്റ് ഉണ്ട്. അവർക്കും ഉണ്ട്. അവര് വേറെ രീതിയിൽ നോക്കി അവരുടെ ഷിഫ്റ്റ് അവർക്ക് സെർവ് ചെയ്യണമല്ലോ. അപ്പൊ അവർ അത് IFM ഇൻഫ്ലൈറ്റ് മാനേജർ അവർ തീരുമാനിക്കും എങ്ങനെ അന്നത്തെ സർവീസ്. ആദ്യം ഒരു ടേക്ക് ഓഫിന് ഫുഡ് കൊടുക്കും, പിന്നെ അവർ ഉറങ്ങും, പിന്നെ അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യണോ അതോ റെസ്റ്റ് ചെയ്യണോ, അത് ദാറ്റ് ഈസ് ഹിസ് ഡിപ്പാർട്ട്മെന്റ്. സോ ഹി വിൽ റൺ. നിങ്ങൾക്ക് ഇതിനകത്ത് ശരിക്കും റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്, പ്രോപ്പർ സ്ലീപ്പ് കിട്ടാനുള്ള ബങ്കും ഫ്ലാറ്റ് ആയിട്ടുള്ള ബെഡും സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അടിപൊളി സംഭവം. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. 380 എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി തരുന്നൊരു സാധനം. അതെ, ഞാൻ ഒരിക്കലും ഓർത്തില്ല ജീവിതത്തിൽ 380 ഒക്കെ പറപ്പിക്കാൻ പറ്റും. ഞാനല്ലേ കൊച്ചിലായിരുന്നപ്പം, ഇവിടെ ആയിരുന്നപ്പോൾ നമ്മൾ ആകെ അറിയാവുന്ന എയർ ഇന്ത്യ, ഇന്ത്യൻ എയർ ഇന്ത്യയുടെ ഒരു പൈലറ്റ് ആകുക അല്ലേ, അതായിരുന്നു നമ്മുടെ ഡ്രീം. എങ്ങനെയോ അത് 747 ഒക്കെ നമ്മൾ കണ്ടിട്ട് ജംബോ എന്ന് വിളിച്ചോണ്ടിരുന്നു. നമുക്ക് പേര് പോലും അന്ന് കൊച്ചിലെ നമുക്ക് ജംബോ ജെറ്റ് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇതുവരെ ഓണസ്റ്റ്ലി ഇന്ന് വരെ ഞാൻ 747 കയറിയിട്ടില്ല. ഞാൻ കയറിയിട്ടില്ല. ഇപ്പൊ മറ്റേ ഇതുണ്ട്, ബാംഗ്ലൂർ ഫ്രാങ്ക്ഫർട്ട് ഞാനത് എന്തായാലും അവര് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടിക്കറ്റ് എടുത്താൽ ബിസിനസ് ക്ലാസ്സിൽ കയറാൻ മിനിമം 2 ലക്ഷം രൂപ പൊട്ടിക്കണം. ആണല്ലേ? അതല്ല ഒരു രക്ഷയില്ല. ഞാൻ കുറെ നോക്കി. അത് പിന്നെ ഉള്ളത് ഫ്രാങ്ക്ഫർട്ട് US ആണ്. അത് റേറ്റ്. ഫ്രാങ്ക്ഫർട്ട് ന്യൂയോർക്ക് ഉണ്ട് അവർക്ക്. US സെക്ടറിലേക്ക് പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ന്യൂയോർക്ക് അങ്ങനെ പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇതുവരെ കയറാൻ പറ്റാത്തൊരു, പക്ഷെ അതൊരു ക്വീൻ ഓഫ് ദ സ്കൈസ് എന്ന് വിളിക്കും. ഞാനും കയറിയിട്ടില്ല. എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതൊരു വെയിലാണെങ്കിൽ 380 അത് ക്വീൻ ആണ്. അതിന്റെ ബ്യൂട്ടി എന്ന് വേറെ ബ്യൂട്ടിഫുൾ. അത് ഒരാൾ ഡിസൈൻ ചെയ്ത പ്ലെയിൻ ആണ്. 380 കമ്പ്യൂട്ടർ ഡിസൈൻഡാ. മറ്റേ ഒരാൾ ഗായ് ഡ്രൂ ദ ഡിസൈൻ ഫോർ അന്നത്തെ കാലത്ത് ബോയിങ്ങിന് വേണ്ടി വർക്ക് ചെയ്ത്. അന്ന് 747 പല വേർഷൻസ് ഉണ്ട്. 200, 300, 400, അപ്പൊ ക്ലാസിക്സ് എന്നൊക്കെ 200s ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ. അത് കഴിഞ്ഞ് ഈ മറ്റേ മെഗാ ടോപ്പ്, അത് മുകളിലത്തെ, അതിന് തന്നെ പല വേരിയേഷൻ അന്നത്തെ കാലത്ത്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് എയർക്രാഫ്റ്റ് ഇന്നത്തെ കാലത്തും ഫ്ലൈസ് ലൈക്ക് ബ്യൂട്ടി. അത് ഫ്ലൈ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് 747. സോ ലെറ്റ്സ് കം ബാക്ക് ടു സം അതർ ടോപ്പിക്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നോടും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളോടും ചോദിക്കുന്നുണ്ടാവും. ലൈക്ക് നമ്മളിങ്ങനെ ധാരാളം യാത്രകൾ, എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് യാത്രകളൊക്കെ നടത്തുമ്പോഴത്തേക്കിനും നമ്മൾ ഡിഫറെന്റ് ടൈം സോണിലേക്കും മറ്റൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്കുണ്ടാവുന്ന ബോഡി ചേഞ്ചസ്, പ്രത്യേകിച്ച് സ്ലീപ്പ് പാറ്റേണിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ജെറ്റ് ലാഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ലൈക്ക് ഐ നോ ഹൗ ഐ ആം മാനേജിങ് ഇറ്റ്. ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ യു ആർ മാനേജിങ് ഇറ്റ്. If you are a frequent traveler, ഇപ്പോൾ സുജിത്തിനും ചെയ്യുന്നതാണ്, നമുക്ക് 2 പേർക്ക് അറിയാം എങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈസ്റ്റിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട്. അതായത് ന്യൂസിലൻഡ് പോകുമ്പോൾ അതാണ് ഒരു ബെസ്റ്റ് ഇസ് വെസ്റ്റ്, ഈസ്റ്റ് ഇസ് വേസ്റ്റ് എന്നൊരു സേയിങ് ഉണ്ട്.
വെസ്റ്റിലോട്ട് നമുക്ക് എപ്പോഴും നമുക്ക് സ്ലീപ്പ് ഡിലേ ചെയ്യാൻ പറ്റും. എനിക്ക് ലണ്ടൻ പോകുമ്പോ ഈസിയാ, തിരിച്ചു വരുമ്പോഴാണ്. അതാ പറഞ്ഞത്. അതായത് നമുക്ക് സ്ലീപ്പ് ഡിലേ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവർക്കും. രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു 2 മണിക്കൂർ പുഷ് ചെയ്ത് 12 ആക്കാം. അത് തന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ ചെയ്യും. പക്ഷെ അതേസമയം ഓസ്ട്രേലിയ ചെന്നാൽ ഇവിടുത്തെ 10 എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്നാ 1 മണി 2 മണി അല്ലേ, അത്രയും ഡിഫറെന്റ്. നേരത്തെ കിടന്നുറങ്ങണം, വിച്ച് നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനം, ടു സ്ലീപ്പ് ഏർലി. അപ്പം അതാണ് അതിനകത്ത് മെയിൻ. പക്ഷേ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫ്ലൈറ്റിൽ നമുക്ക് റെസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിപ്പം സിംഗപ്പൂരിൽ രാത്രി ഞാനായിരിക്കും, ലെറ്റ്സ് സേ ഐ എം വർക്കിംഗ് ഫസ്റ്റ്. അപ്പോൾ രാവിലെ സിംഗപ്പൂർ ടൈം ഒരു ഏർലി മോർണിംഗ് 7 o'clock വരെ ആയിരിക്കും എൻ്റെ വർക്ക്. അത് കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് പോകും. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങുക നെക്സ്റ്റ് ഒരു 6-7 hours. അപ്പോഴത്തേക്ക് ലണ്ടനിൽ ലാൻഡ് ചെയ്യാറാകുമ്പോൾ നമ്മളൊന്ന് ഇരിക്കുന്നു, ലാൻഡ് ചെയ്യുന്നു, ജസ്റ്റ് ഫ്രഷ്. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞ് ഒരു അൺവൈൻഡ് ചെയ്യാൻ കുറച്ച് സമയം വീണ്ടും ഞാൻ ഉറങ്ങും ഒരു അനദർ 4 hours. എന്നിട്ട് അപ്പം അവിടുത്തെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം ഞാൻ എഴുന്നേക്കും. പിന്നെ ഞാൻ ലണ്ടൻ ടൈമിലാണ്. പിന്നെ അവിടെ ഞാൻ ലണ്ടനിലെ സമയം രാത്രി 9 മണിയാകുമ്പം അവിടെ സമയം കിടന്നുറങ്ങും. അടുത്ത ദിവസം രാവിലെ ചിലപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ ലണ്ടനിൽ എഴുന്നേക്കും. എന്നിട്ട് അതിങ്ങനെ പൊക്കോണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത ദിവസമായിരിക്കും എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഇച്ചിരി കൂടെ നേരത്തെ കിടന്നുറങ്ങും. ഒരു 8 മണി ആകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ ഇതേപടി. സോ എനിക്ക് ഉറങ്ങാൻ പറ്റും. ചിലർ ചെയ്യുന്നത് വെച്ചാൽ സിംഗപ്പൂർ ടൈം അങ്ങ് ഫോളോ ചെയ്യും. ചില പൈലറ്റ്സ് അവരെവിടെ പോയാലും സിംഗപ്പൂരാണ് അവരുടെ ടൈം. അവിടെ സിംഗപ്പൂർ രാത്രി അവരവിടെ. അതപ്പോൾ ന്യൂയോർക്ക് നേരെ തിരിച്ചാന്ന് ഓർക്കണം. അപ്പം ഇത് രാത്രി അവിടുത്തെ രാത്രി മുഴുവൻ എഴുന്നേറ്റിരിക്കും അവർ. അവർക്ക് ബോഡി ക്ലോക്ക് ചേഞ്ച് ചെയ്തിരിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു ലോങ് ഹോളിഡേക്ക് പോയാൽ നമുക്ക് നടക്കത്തില്ല. കാരണം നമുക്ക് രാജ്യം എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ ലോക്കൽ ടൈമായിട്ട് അക്ലമേറ്റൈസ് ചെയ്യാന്നുള്ള ഒരു വഴിയേ ഉള്ളൂ. ഈ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, do you get time to explore the place where you go? Yes, I did. Okay, especially on 777 days, I used to fly to a lot of places. I've been to 6 continents. അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ പോകാനുള്ളത്. അതും കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വി യൂസ് ടു ഗോ ടു ഗ്രീസ്, ഏത്തൻസിലൊക്കെ. അപ്പോൾ വി യൂസ് ടു ഗെറ്റ്, അത് ആഴ്ച 2 ദിവസമുള്ളൂ ഫ്ലൈറ്റ്. റോമിലുണ്ട്, ഇതൊക്കെ ആഴ്ച 2 ദിവസം. അപ്പോൾ 5 days ലേ ഓവറാണ് നമുക്ക്. പെയ്ഡ് ലേ ഓവറാണ്. ഒരു ഹോട്ടലും തരുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലം കണ്ടിട്ടുണ്ട്. ഗ്രീസിൽ സാന്റോറിനി പോയിട്ടുണ്ട്. ഐ ഷുഡ് ടേക്ക് എ ഫ്ലൈറ്റ് ഗോ ടു സാന്റോറിനി, അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റിയോ, ഞങ്ങൾ സാപ്പാളോ ഫ്ലൈ ചെയ്യുന്നുണ്ട്. സാപ്പാളോ ലാൻഡ് ചെയ്തിട്ട് അടുത്ത ദിവസം ഞാൻ ഫ്ലൈറ്റ് എടുത്ത് റിയോയിൽ പോയി. റിയോ എല്ലാം കറങ്ങി. അങ്ങനെ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു നെക്സ്റ്റ് ഫ്ലൈറ്റ് 5 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളത് അത് ആ ടൈപ്പ് ഓഫ് ഫ്ലീറ്റ്സിലേ പറ്റത്തുള്ളൂ. 777, 350, 380 ഹബ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ അത് കാര്യം സിഡ്നി എല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നെ ഇത് സെയിം സ്ഥലത്തല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ 350 എന്ന് പറയുമ്പം അത് ഒരുപാട് ലൊക്കേഷൻസിലാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ എൻ്റെ പറഞ്ഞാൽ വളരെ ഫ്യൂ പ്ലേസസ് ആണ്. അപ്പോൾ അവിടെ എല്ലാം കാണാനുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞു. എന്നാലും ഇടയ്ക്ക് ഏതെങ്കിലും പുതിയ സാധനം ഉണ്ടെങ്കിൽ പോവും. ഫ്രാങ്ക്ഫർട്ടിൽ മറ്റേ മോട്ടോർ ഷോ ഒക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോ പോയി കാണും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെ രസമാണ്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോഴും അടുത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഈ ഫ്ലൈ ചെയ്യുന്ന അല്ലാതെ ട്രാവൽ ചെയ്യാനൊക്കെ ഫ്രീ ആണോ? നമുക്ക് ആനുവൽ ഫ്രീ ടിക്കറ്റ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ ID90 എന്ന് പറയുന്ന ഒരു സബ് ലോഡ് ബേസിസിൽ അൺലിമിറ്റഡ് ടിക്കറ്റ്സ് വാങ്ങിക്കുന്നു. ഫാമിലി ആയിട്ട് പോകുമ്പം പാടാ. നമുക്ക് 4 സീറ്റും വേണം അല്ലേ. നമുക്ക് 4 പേരും അടുപ്പിച്ചിരിക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല. അതൊരു കാശ് കൊടുത്ത് വാങ്ങിക്കാന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ട്രിവാൻഡ്രത്തോട്ടോ കൊച്ചിക്കൊക്കെ വന്നാൽ കുഴപ്പമില്ല. സിംഗപ്പൂരിയൻസ് പോകുന്ന ഡെസ്റ്റിനേഷൻസ് ഉണ്ടല്ലോ, ജപ്പാൻ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ജപ്പാനിൽ പോയി. ഇപ്പൊ ജപ്പാൻ ഫ്ലൈറ്റ് സീറ്റേ കിട്ടത്തില്ല ഞങ്ങൾക്ക്. അവൻ മിക്കവാറും കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് പോവാന്നേ ഉള്ളു വഴി. അത് ശരി. ഓക്കെ. ഈ ഫ്ലൈയിങ്ങിനിടയ്ക്ക് എന്തെങ്കിലും ലൈക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ 1-2 ഡൈവേർഷൻസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പാസഞ്ചേഴ്സ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിപ്പോ നമ്മള് വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന. പക്ഷെ ഭാഗ്യത്തിന് ഇതൊക്കെ നിലത്ത് വെച്ച അങ്ങനെ ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട് പ്ലെയിനിൽ നിന്ന്. ഈ ഫ്ലൈയിങ്ങിനിടയ്ക്ക് സംഭവിച്ച എന്ത് ചെയ്യും? ഒന്ന് ഫസ്റ്റ് നമ്മൾ ആൽക്കഹോൾ കൊടുക്കാൻ നിർത്തും. ആൽക്കഹോൾ യു വിൽ ഹാവ് ടു സ്റ്റോപ്പ് ദ ഗൈ അല്ലേ. യു കാൺ ഗിവ് ഹിം എനി മോർ ആൽക്കഹോൾ. വേർബൽ വാർണിംഗ് കൊടുക്കും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ റിട്ടേൺ വാർണിംഗ് കൊടുക്കും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ കൈ കെട്ടിയിടും. എന്നിട്ട് പറയാം അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ പോലീസ് പിടിച്ചോളൂ പറഞ്ഞ്. പല വേർഷൻസ് ആണ്. അതിൽ എവിടെ ഇയാൾ നിർത്തും എന്നനുസരിച്ചിരിക്കും. ഓക്കെ. നമുക്ക് ആക്ച്വലി അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുവരെ എന്റെ ഫ്ലൈറ്റിൽ അത് വന്നിട്ടില്ല. ഞാൻ നിലത്ത് വെച്ച് വന്നിട്ടുണ്ട്. പ്ലെയിൻ
ബോർഡ് I think I should talk to some Air India pilots for getting these kind of things. I don't know. ആണല്ലോ കൂടുതൽ അങ്ങനെ കേൾക്കുന്നത്. ഞാൻ I can't comment for what they എയർ ഇന്ത്യ ഫ്ലൈറ്റുകളിലാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്, ഇന്ത്യൻ ഫ്ലൈറ്റുകളിൽ. കാരണം ആൽക്കഹോൾ കുടിക്കുമ്പോഴാണല്ലോ പ്രശ്നം മൊത്തം വരുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ കുഴപ്പമില്ല, എല്ലാവരും വളരെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഒരു വിമാനയാത്രക്കിടയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു പാസഞ്ചറിന് വന്നു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെയാണോ? ആണല്ലേ? നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ I'm going to jeopardize the safety of the aircraft for the rest of the passengers. That means ലാൻഡ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര വിൻഡുള്ള എയർക്രാഫ്റ്റ് ലിമിറ്റ്സിന്റെ പുറത്തുള്ള എയർപോർട്ടിൽ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ട് ഇറക്കുന്നു, അത് നടക്കത്തില്ല. പുട്ടിങ് എവരിബഡീസ് ലൈഫ് ഇൻട്രസ്റ്റ്. കാരണം നിങ്ങളുടെ 380 ലാൻഡ് ചെയ്യാൻ പറ്റുന്ന എയർപോർട്ടുകളിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാനും പറ്റൂ. കറക്റ്റ്. അപ്പൊ അതനുസരിച്ച് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ദുബായ് ഇറാനെ വേണ്ടെങ്കിൽ ദുബായേ ഉള്ളൂ നമ്മുടെ 380 ലാൻഡ് ചെയ്യാൻ പറ്റണോ. നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റ് എയർപോർട്ട് കണ്ടുപിടിക്കലും പാടല്ലേ? പാടാ. 380 അതാണ് ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ്, ബാംഗ്ലൂർ 380 ലാൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഓൾട്ടർനേറ്റീവ് എയർപോർട്ട് കൊച്ചിയിൽ പറ്റുമോ? ഇല്ല. കൊച്ചിയിൽ 380 ലാൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ബാംഗ്ലൂർക്ക് നിയർ ബൈ ഒരു ഓൾട്ടർനേറ്റീവ് എയർപോർട്ട് ബോംബെ പോകണം. അതല്ല, ഞങ്ങൾ ബോംബെ പോകുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഞങ്ങളുടെ ഓൾട്ടർനേറ്റ് ഡൽഹിയാണ്. ഞാൻ ബോംബെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ഓൾട്ടർനേറ്റ് ഫയൽ ചെയ്യുന്നത് ഡൽഹിക്കാണ്. അത് ശരി, അത്രയും ദൂരെയാണ്. അത് ഞങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള 380 ലാൻഡ് ചെയ്യാൻ പറ്റിയ എയർപോർട്ട്. ഓക്കെ. പിന്നെ ഞങ്ങളുടെ ക്രൂ അവൈലബിൾ ആണ്. പിന്നെ ഇത് ലാൻഡ് ചെയ്താൽ മാത്രം പോരാ, എഞ്ചിനീയർ വേണ്ടേ അവിടെ. പ്ലെയിൻ ലാൻഡ് ചെയ്ത് സർട്ടിഫൈ ചെയ്യാൻ ഒരു എഞ്ചിനീയർ വേണ്ടേ? അത് ശരിയാ. അപ്പൊ ഇൻ കേസ് എഞ്ചിനീയർ ഇല്ലെങ്കിൽ എനിക്ക് സർട്ടിഫൈ ചെയ്യാം, ക്യാപ്റ്റന് സർട്ടിഫൈ ചെയ്യാം. ബട്ട് ആസ് ലോങ് ആസ് ദർ ഇസ് നോ ഡിഫെക്ട്സ് ടു ദ എയർക്രാഫ്റ്റ്, അതായത് വന്ന പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നെങ്കിൽ ഹി ക്യാൻ സൈൻ ഇറ്റ് ഓഫ്. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എഞ്ചിനീയർ ഹാസ് ടു സൈൻ ഓഫ്. ഓക്കെ. സോ അതും നമ്മുടെ ഇതിലെടുക്കണം, കാൽക്കുലേഷനിൽ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എയർക്രാഫ്റ്റിന്, ഇപ്പം ഡൈവേർട്ട് ചെയ്ത് ഓഫ് സ്റ്റേഷൻ എഞ്ചിനീയർ ഇല്ലാത്തടത്ത് നമ്മൾ പോകത്തില്ല. അപ്പം you have to go to a place where you have an engineer certified who can do sign off the aircraft. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലേ? I mean it's a lot of things to it. ഞാനത് ജസ്റ്റ് കുറച്ച് ഇത് പറഞ്ഞെന്നുള്ളൂ. അതായത് സ്മോൾ ബഷിങ്. ഇതിന് പുറകെ നമുക്കൊരു OCC എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ അവരുമായിട്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവരും പറയും ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റ്സ് ഇതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഡിസിഷനാണ് അതിൽ എവിടെ പോകണമെന്നുള്ളത്. ഓക്കെ. നിങ്ങൾ ഈ ഇപ്പോൾ ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സിംഗപ്പൂർ എയർലൈൻസിലൊക്കെ നമുക്ക് വൈഫൈ അവൈലബിൾ ആണ്, ലൈക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. യു ക്യാൻ ഓൾസോ യൂസ് ഇറ്റ്, റൈറ്റ്? ഇല്ല, ഞാൻ യൂസ് ചെയ്തില്ല. നിങ്ങൾക്ക് പറ്റില്ല? No, you're not supposed to use it. Why should you be using it when you're flying the aircraft? Okay. Your job is to fly the aircraft. Okay. Wi-Fi is for the passengers, not for you. നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ നമ്മുടെ ഐപാഡിൽ വൈഫൈ ഉണ്ട്. അത് കമ്പനി ഐപാഡാണ്. അത് ഓട്ടോമാറ്റിക്കലി ലോഗ് ചെയ്യും. അത് എന്തിനാണ്? ഞങ്ങൾക്ക് വെതർ അപ്ഡേറ്റ്സ് കിട്ടാനാണ്. സാറ്റലൈറ്റ് വെതർ ലൈവ് അപ്ഡേറ്റ്സ്, എവിടെയൊക്കെയാണ് വെതർ, ടർബുലൻസ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള കുറെ ആപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് ഫോർ യുവർ വർക്ക് റിലേറ്റഡ്, നോട്ട് വാട്സാപ്പ് എടുത്ത് ചാറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ ഡോണ്ട് യൂസ് ഇറ്റ് ഫോർ 2 reasons. ഐ പേർപ്പസ്ലി ഡോണ്ട് യൂസ് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. നമ്മുടെ ആരെങ്കിലും നിയർ ആൻഡ് ഡിയർ എന്തെങ്കിലും സംഭവിച്ചാൽ and you know when you are, let's say, how will you operate? You'll get distracted. Yes. My phone is switched off the moment I push back, or before push back I switch it off. പിന്നെ ലാൻഡ് ചെയ്ത് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാറുള്ളൂ എൻ്റെ ഫോൺ. ഈവൻ ഞാൻ പാസഞ്ചർ ആണെങ്കിൽ പോലും ഐ ഡോണ്ട് യൂസ് വൈഫൈ. അത് ഞാൻ എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഐ ജസ്റ്റ് ലൈക്ക് ടു ബി ഡിസ്കണക്റ്റഡ് ഫ്രം ആ ഒരു ടൈം. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ലീവ് വിത്തൗട്ട് ഇന്റർനെറ്റ്. ഓക്കെ. അത് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സുജിത്തിന്റെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ? 380 അനുഭവങ്ങൾ? 380 ഞാൻ അധികം ഫ്ലൈ ഞാൻ സിംഗപ്പൂർ എയർലൈൻസിൽ ഞാൻ 380 2 ഫ്ലൈ ചെയ്തു. ലൈക്ക് വൺ ഫ്രം മുംബൈ ടു സിംഗപ്പൂർ ആൻഡ് റിട്ടേൺ. അത് രണ്ടും ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. അതിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ക്ലാസ്സിൽ. എനിക്ക് ഫുൾ ബെഡ്റൂം സെറ്റ് ആക്കി തന്നിരുന്നു. അതെന്റെ ലൈഫ് ടൈം മെമ്മറി ആയിരുന്നു. ലൈക്ക് 380 ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന 2 കാറ്റഗറി ആൾക്കാരാണുള്ളത്. ഒന്ന് സൂപ്പർ റിച്ച് ആൾക്കാര്, 2 ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടുന്ന ആൾക്കാർ. അതായത് പോയിന്റ്സ് വെച്ച് മൈൽസ് റിഡീം ചെയ്യുന്നതും അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് പോകുമ്പോൾ അവർ തരുന്നതുമായിട്ടുള്ള ടിക്കറ്റുകൾ. അങ്ങനെയല്ലേ ഉള്ളൂ. അല്ലാതെ സാധാരണക്കാരൻ വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ ആഗ്രഹത്തിന്റെ പേരിൽ ഒരു എടുത്തു വരുന്ന ഒരു സംഭവം എന്നെ പോലൊക്കെ എടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. അല്ലാതെ റെഗുലർ ആയിട്ട് ആരും ഫസ്റ്റ് ക്ലാസ്സിലൊന്നും യാത്ര ചെയ്യില്ല. ബിസിനസ് ക്ലാസ്സിൽ ഓഫ് കോഴ്സ് ലൈക്ക് അത് കാരണം കമ്പനി പെയ്ഡ് ആണ്. മിക്ക ബിസിനസ് കമ്പനി പെയ്ഡ് ആയിരിക്കും. ഫസ്റ്റ് ക്ലാസ് ഞങ്ങൾ സ്വീറ്റ് എന്ന് വിളിക്കുന്നു. സ്വീറ്റ് ക്ലാസ് ഒരു കമ്പനിയും പേ ചെയ്തില്ല. അതെ. സ്വീറ്റ് ക്ലാസ് അതിൽ യാത്ര ചെയ്യുന്നത് വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. ഇറ്റ്സ് ദ ബിസിനസ് ഓണേഴ്സ്, അവർ റിച്ച് പീപ്പിൾ, അവർ ബൈ ചെയ്യുന്ന ടിക്കറ്റ്സ്. നോട്ട് ഈവൻ
പോയിന്റ്സ് വേണമെന്ന് പോലും ഇല്ല Yeah, that's true. ജസ്റ്റ് ബൈ ആൻഡ് ഫ്ലൈ. അവർക്ക് എന്താ ഒരു ബെഡ് വേണം, അവർക്ക് ഫുഡൊന്നും വേണ്ട. ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പേര് ചുമ്മാ അവർ വന്നു ഇരുന്നു, ഒരു കുറച്ച് വെള്ളവും കുടിച്ച് ഒരു ജ്യൂസോ എല്ലാം കുടിച്ചിട്ട് നല്ല ഉറക്കമാണ്. ലാൻഡ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് പോയിരുന്ന് റെഡിയായി അവരവരുടെ പരിപാടിക്ക് പോയി. അവർക്ക് ടി വിയും കാണണ്ട, ഒന്നും കാണണ്ട, മനസ്സിലായില്ലേ? അവർ ഇതിലും വലിയ ടി വി ആയിരിക്കും അവന് വീട്ടിൽ ഇരിക്കും. അത് ശരിയാ, ടി വി ഒന്നും വേണ്ടല്ലോ, അവർ ഉറങ്ങാൻ വരുന്നവരാ. ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യു മൈഡ് ഹാവ് മെറ്റ് ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ്, എസ്പെഷ്യലി ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും ഒക്കെ അങ്ങനെ കണ്ടിട്ടുള്ള ബോളിവുഡ് ആൾക്കാരൊക്കെ ഉണ്ട്, കരൺ ജോഹർ, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസിനെ. അപ്പൊ അവരോട് സംസാരിക്കും. ഇന്ത്യൻസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അവരോടൊരു അറിയുകയും ചെയ്യാമല്ലോ. പിന്നെ കുറെ ഇവരും ഉണ്ട്, മറ്റേ ഹോളിവുഡ് സെലിബ്രിറ്റീസും. നിങ്ങൾക്ക് പാസഞ്ചർ ലിസ്റ്റ് കിട്ടത്തില്ല എപ്പോഴും? ഉണ്ട്, പാസഞ്ചർ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കാം എപ്പോഴും ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ്സിലൊക്കെ ആരൊക്കെയാണ് ഉള്ളതൊക്കെ നോക്കാം അല്ലേ? ഇഫ് ഐ വാണ്ട് ടു നമ്മളങ്ങനെ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലുള്ള പാസഞ്ചർ, കാരണം ഞങ്ങൾ ആ സെയിം ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്, ഈ ഫസ്റ്റ് ക്ലാസ് സ്വീറ്റിന്റെ ആ മുകളിലത്തെ ടോയ്ലറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ. സോ വി യൂസ് ദാറ്റ് സെയിം ടോയ്ലറ്റ് വിച്ച് ദ 6 സ്വീറ്റ്സിനുള്ള. സോ ഓൺലി ദാറ്റ് ടൈം ഐ ചെക്ക് ഇവരാരാന്ന് നോക്കി, ഈ 6 പേര്. കാരണം മറ്റേ 71 പേര് ആരാന്ന് നോക്കാൻ പോകുമ്പോൾ നമ്മൾ കിടക്കുന്ന കാര്യമല്ല, ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്നു. ആൻഡ് ചില സമയത്ത് എസ്പെഷ്യലി ഇന്ത്യൻ സെക്ടറിലെ നോക്കാറുള്ളൂ, കാരണം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ. മറ്റല്ല പിന്നെ ചിലപ്പോൾ അവരൊന്ന് പറയും നമ്മുടെ ഇന്നൊരു VIP ഉണ്ട്, അത് നേരത്തെ ഇൻഫർമേഷൻ കിട്ടില്ലേ VIP ഉണ്ടെന്നുണ്ടെങ്കിൽ. അതെ, ഈ സിനിമാക്കാര് കുറെ പേര് ഭയങ്കര പരിചയമുണ്ടല്ലോ, മോഹൻലാൽ, ലാലേട്ടനൊക്കെ ആയിട്ട് കുറെ എപ്പോഴും ഫോട്ടോസ് കാണാമല്ലോ. ലൈക്ക് ഹൗ യു അതൊരു നിമിത്തം എന്ന് പറയാനേ ഉള്ളൂ. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്, എന്നും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു. നമ്മൾ ചിലത് പറയും ഭയങ്കര ആഗ്രഹം കാരണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടാണല്ലോ പൈലറ്റ് ചെയ്തത്. എനിക്ക് ഈ പുള്ളിയെ കാണുന്നത് ഇന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു, ലാലേട്ടനെ എനിക്ക് എന്തെങ്കിലും ഒരിക്കലും കാണാൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെ അത് കഴിഞ്ഞൊരു ദിവസം സിംഗപ്പൂരിൽ നിന്ന് ചെക്ക് ഇൻ കൗണ്ടറിൽ, അതായത് ഞങ്ങളുടെ സ്റ്റാഫ് അന്ന് സിൽക്കെയറാണ്, പുള്ളി കൊച്ചിയിലോട്ട് പോവുക. അപ്പം ഞാൻ സിൽക്കെയറിൻ്റെ സ്റ്റാഫ് ട്രാവൽ ചെക്കിന്, ബിസിനസ് ക്ലാസ്സിന് ചെക്കിന് തൊട്ടിപ്പുറത്ത് ഞങ്ങൾക്ക് മോഹൻലാൽ നിൽക്കുന്നത് അവിടെ. അങ്ങനെ സംസാരിച്ച് തുടങ്ങി. പിന്നെ എന്തോ ഞങ്ങൾ ക്ലിക്കായി, കുറേ വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ ഈസ് വെരി ഹമ്പിൾ ആയിട്ടൊരു മനുഷ്യൻ, വളരെ ഹമ്പിളായിട്ടൊരാളാണ്. പിന്നെ സംഭവം പിന്നെ ഫ്രണ്ട്ഷിപ്പ് കെപ് ഗോയിങ്. ഞങ്ങൾ കെപ് ഇൻ ടച്ച്. സിംഗപ്പൂർ വരും കാണും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് രാമ എന്ന് പറയുന്ന ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, അപ്പോൾ രാമേട്ടൻ സിംഗപ്പൂർ ഉള്ളതാണ്. അപ്പം രാമേട്ടൻ്റെ വീട്ടിലായിരിക്കും പുള്ളി സ്ഥിരം ഉള്ളപ്പോൾ. അപ്പം അങ്ങനെ വന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ നൈസ് ഗൈനോ, അത് അറിയാവുന്നവർക്ക് അറിയാം. പിന്നെ എനിക്ക് ഒരു കാര്യം പറഞ്ഞു, മിക്ക ആൾക്കാർക്ക് പറ്റാത്തൊരു സാധനം എനിക്ക് പറ്റിയിട്ടുണ്ട് ലാലേട്ടനിൽ നിന്ന്. ലാലേട്ടൻ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. തായ് ഫുഡ്. ഹി മേഡ് ഗ്രീൻ കറി ചിക്കൻ, തായ് ഗ്രീൻ കറി ചിക്കൻ. I was amazed. പുള്ളിക്ക് തായ് ഫുഡ് ഇഷ്ടമാണെന്ന് ഞാൻ ഇതിനു മുമ്പ് വേറെ എവിടെയോ പുള്ളി പറഞ്ഞും കേട്ടിട്ടുണ്ട്. പുള്ളി ഇരുന്നുകൊണ്ട് മറ്റേ ഒരു ഇതൊക്കെ ചെയ്ത് അവിടെ ഇരുന്നോട് കുക്ക് ചെയ്യാൻ ഞാൻ നല്ല ഉഗ്രൻ. ഐ നെവർ ഹാഡ് സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലേ, ഞാൻ ലാലേട്ടൻ തോന്നി ഇസ് ദ ബെസ്റ്റ് ആണ് മോനെ, അത് നല്ലതായിട്ടുണ്ടോ? അതാണ് പുള്ളിയുടെ ആ ഒരു സ്റ്റൈലാണ്. കുറച്ചുകൂടെ വേണം. അതുപോലെ അപ്പൂനെയും സുചേച്ചിയും എല്ലാവരും അറിയാം. അപ്പം ഒരു സെലിബ്രിറ്റി എന്നല്ല, ഇപ്പം ഒരു ഫാമിലി. ഇപ്പം സുജിത്ത് അറിയാവുന്ന പോലെ തന്നെ ആ ഒരു ഇതിലാണ് ഞാൻ ഇടപെടുന്നത്. പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ഹിം ഓൾവേസ്. സോ വൺസ് ഇൻ എ വൈൽ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യും, ഈയിലുള്ള റിപ്ലൈ അങ്ങനെ. അത് പിന്നെ വേറെ കുറെ നന്ദു ചേട്ടൻ ട്രിവാൻഡ്രത്തുള്ള അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഫിലിം ഫീൽഡിലുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി വന്നാണ്. പൃഥ്വിരാജ്, രാജു. ശരിക്കും ഇതൊക്കെ താങ്കളൊരു പൈലറ്റും കൂടി ആയതുകൊണ്ടല്ലേ? അവരും മൈൻഡ് ചെയ്യൂ, അത് നമ്മൾ ചെയ്യത്തില്ലല്ലോ. അതെ, അപ്പൊ ഇതൊരു പ്രസ്റ്റീജിയസ് ജോലിയാണ് അന്നും ഇന്നും എപ്പോഴും. അതെ, കാരണം ഇറ്റ്സ് നോട്ട് ഫോർ എവറിബഡി എന്നുള്ള ഒരു സാധനമാണല്ലോ. ഇറ്റ്സ് ഫോർ സം പീപ്പിൾ ഹു ആർ ഡൂയിങ് ഇറ്റ് എന്നുള്ള അതൊരു എന്താ പറയുന്നത്, ഇത് ഇത്രയും വലിയൊരു പ്ലെയിൻ പറപ്പിക്കാൻ പറ്റും. ഒത്തിരി പേർക്ക് ആഗ്രഹം കാണും. ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊരു സെയിം ഇത് ആക്ടർ. ഇപ്പോൾ എത്ര പേർക്ക് ആക്ടേഴ്സ് ആഗ്രഹമുണ്ട്, അതിൽ ഒരാൾ ആകുമ്പോൾ നമുക്ക് അവരോടൊരു ഇത് തോന്നും. അതെ, ഒരു റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള പരിപാടി. പിന്നെ സാധാരണ നമ്മളൊക്കെ പല ആളുകളുടെയും വിചാരം എന്ന് പറയുന്നത് ഈ പൈലറ്റുമാര് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഫുൾ ടൈം എയർ ഹോസ്റ്റസ്മാർ ഇങ്ങനെ ചുറ്റിനും ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു ഗ്ലാമറസ് ജോലിയാണ്. ഒരു എന്താ പറയാ, ഒരു കുട്ടി കൃഷ്ണനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പല ആൾക്കാർക്കും ഉള്ളത്. ശരിക്കും അങ്ങനെയൊക്കെയാണോ? വിട്ട് പറയണ്ട. അങ്ങനെയല്ല, ഇറ്റ്സ് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം.
ഓരോരുത്തരും ഓരോ ക്യാരക്ടർ, ബഹുജനം പല വിധം. So if you want to be a family man, you want to do your work, you just do your work. Okay. But if you want to have entertainment, you can do that also. But you have to put your time, effort for that. It doesn't mean that you are a pilot. എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മടിയിരിക്കുന്നല്ലോ. See, മനസ്സിലായില്ലേ? You have to go and you have to put effort for it. Okay. But it depends on each personality എന്ന് ഞാൻ പറയുന്നത്. അതന്നെ അങ്ങനെ കുറച്ച് ഇത് ഹൈപ്ഡ് ആണ് പറയാനുള്ളത്. പിന്നെ അത്രയ്ക്കും അങ്ങനൊന്നും എല്ലാരും ഇങ്ങനെ നടക്കില്ല പറയുന്നത്. But maybe it's easier to date someone. That's true. ഇപ്പൊ നമുക്ക് ഇപ്പൊ I'm single and I want a girlfriend. Okay, then you're looking for someone who's single and you like that girl. ശരിക്കും എവിടൊക്കെ ഗേൾഫ്രണ്ടിനെ ഉണ്ടാക്കാം അല്ലേ? ഏതൊക്കെ രാജ്യത്ത്, ഓരോ രാജ്യത്ത് 5 ദിവസമൊക്കെ ലേബർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗേൾഫ്രണ്ട്സിന് എവിടെയൊക്കെ ഉണ്ടാക്കാം. നമ്മളൊരു പ്രൊഫഷണൽ ആണ്, നമ്മൾ ഇങ്ങനെ നടക്കാനല്ലല്ലോ. നമുക്ക് ജോലിയോടൊരു താല്പര്യം, ഇതൊക്കെ ഒരു സെക്കൻഡറി അല്ലേ. നമുക്ക് നമ്മുടെ ഫാമിലി, പിള്ളേര്, ഇതൊക്കെയല്ലേ നമുക്ക്. But you might have made a lot of friends in different countries. എനിക്ക് ഫ്രാൻസിലൊക്കെ, നീസിലൊക്കെ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഷീസ് ഫ്രഞ്ച്. അപ്പൊ പുള്ളിക്കാരി എന്നെ കൊണ്ട് മൊണാക്കോയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് കുറെ അവിടെ അവരുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു. അങ്ങനെ കുറെ ഈ ബാക്ക് പാക്കേഴ്സ് അങ്ങനെ പരിപാടി എന്ന് പറയുന്ന പോലെ തന്നെ ഇത് നമുക്ക് അവിടെ ലോക്കൽ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ്. സോ ഐ കീപ് ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഇത്. ഏത് പ്രായത്തിലാണ് കല്യാണം കഴിക്കുന്നത്? ആര്? ഞാൻ കഴിക്കുന്നത് 28 കഴിഞ്ഞായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് പൈലറ്റ് ആയി, സെക്കൻഡ് ഓഫീസറായി. സെക്കൻഡ് ഓഫീസറായിട്ട് വന്നൊരു സമയത്താണ്. ഓക്കെ, ഫൈൻ. സോ വാട്ട് ഈസ് യുവർ വൈഫ്? She's a doctor. Working in Singapore as a doctor. She's practicing. Okay. അവിടെ വെച്ച് തന്നെ കണ്ട് കല്യാണം കഴിച്ചാണോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നു? She's born and raised in Kuwait. ട്രിവാൻഡ്രംകാരിയാണ്. മെഡിസിൻ മാത്രം ബാംഗ്ലൂരിൽ ചെയ്തത്. അപ്പം ഒരു അറേഞ്ച് മാരേജ് പോലെ വി ഡിഡ് സ്പീക്ക് ബിഫോർ വി ഗോട്ട് മാരീഡ്. അല്ലാതെ നാളെ കണ്ടു ഇന്ന് കല്യാണം അങ്ങനെയൊന്നുമല്ല. ഓക്കെ, നമ്മുടെ സിങ്ക് ആണല്ലോ, അങ്ങനെ സിങ്ക് ആയതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. ഈ സാധാരണ പൈലറ്റ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ ഈ വിമാനത്തിൽ യാത്ര ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒത്തിരി റിസ്ക് ഉള്ള ഒരു ജോലിയും കൂടിയാണ്. അപ്പം ഈ വൈഫിന് അങ്ങനത്തെ കൺസേൺസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ ആദ്യ സമയങ്ങളിൽ? ഇല്ല, അങ്ങനത്തെ കൺസേൺസ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ ഒരു ഓക്കെ, ഇഫ് യു ആർ ടോക്കിംഗ് ഒരു പ്രൊപ്പോർഷൻ എടുത്താൽ ഒരു 70% പൈലറ്റ്സും ക്യാബിൻ ക്രൂവിനെ കല്യാണം കഴിക്കുന്നു. അതെ, 70 to 80%. അല്ലെങ്കിൽ സെയിം ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും. മിക്കവരും ക്യാബിൻ ക്രൂവിനെയാണ് എനിക്കറിയാവുന്നത്. പിന്നെ വളരെ റയറായിട്ട് പുറത്തുനിന്നൊക്കെ പോയി കല്യാണം കഴിക്കുന്നു. പൈലറ്റ് കപ്പിൾസിനെ എനിക്കറിയാം. അത് ഇന്ത്യയിൽ ഭയങ്കര കോമൺ. നമ്മുടെ അവിടെ ഇപ്പൊ ഫീമെയിൽ പൈലറ്റ്സ് ആയി വരുന്നേ ഉള്ളൂ സിംഗപ്പൂർ എയർലൈൻസിൽ. ഞാനൊക്കെ കയറുമ്പോഴേ 0 ആയിരുന്നു. ഇപ്പൊ ഒരു കുറച്ച് പേരുണ്ട് ഫീമെയിൽ പൈലറ്റ്സ് ആയിട്ട്. ഇന്ത്യയിൽ ഞാൻ കണ്ടു ഒരുപാട് പൈലറ്റ് കപ്പിൾസ്, ഹസ്ബൻഡും വൈഫും പൈലറ്റ്സ് ആയിട്ടുള്ളത്. അവിടെ ഞങ്ങളവിടെ കൂടുതലും ക്യാബിൻ ക്രൂവിനെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. ഒന്ന് അവരുടെ എളുപ്പമായിരിക്കും അവരുടെ ലൈഫ്. പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിൽ ലൈക്ക് അവർക്ക് ഒരുമിച്ച് ഫ്ലൈ ചെയ്യാനൊക്കെ പറ്റുമോ? അവരൊരുമിച്ച് ഫ്ലൈ ചെയ്യുന്നത് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല. അവര് ഓക്കെ, ചിലര് കഴിച്ചു കഴിഞ്ഞിട്ട് അവര് ജോലി വിടും, ക്യാബിൻ ക്രൂവിന്റെ ജോലി വിടും. എന്നിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. ഹോളിഡേക്ക് പുള്ളി ഫ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഷീ വിൽ ടേക്ക് എ ബിസിനസ് ക്ലാസ്, ഫോളോ ഹിം ഫോർ ദ ഫ്ലൈറ്റ്. ലോങ് ഫ്ലൈറ്റ്സ് ഇപ്പൊ റോമിലൊക്കെ 5 ദിവസം ഉണ്ടെങ്കിൽ വൈഫ് വിൽ ഫോളോ ഹിം. അത് ചെയ്യാം. ബട്ട് മിക്കവരും എനിക്ക് ഒന്ന് ക്വിറ്റ് ചെയ്യും ജോബ് കുറച്ച് കഴിയുമ്പോൾ. Okay. So what is your future plan അല്ലെങ്കിൽ future ambition? ഇനി ഉണ്ടാവുമല്ലോ ambitions ധാരാളം. നമ്മുടെ ambition നമ്മൾ പുറത്ത് പറയരുതെന്ന് പറയുന്നത്. പുറത്ത് പറഞ്ഞാൽ അടങ്ങില്ലേ? പുറത്ത് പറഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടത് എനിക്ക് വേണേൽ സുജിത്ത് ചെവി പറഞ്ഞത് പറഞ്ഞാൽ ശരിക്കും ലൈക്ക് നിങ്ങൾ ഇപ്പം 777 പറത്തി, കുറെ വിമാനങ്ങൾ പറത്തി, 380 പറത്തി. എന്നാലും എനിക്കൊരു പർട്ടിക്കുലർ വിമാനം പറത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ട്. 380 പറപ്പിച്ചല്ലോ, അതുകൊണ്ട് അതിന്റെ ഇതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺകോഡൊക്കെ, അന്നത്തെ കോൺകോഡ് എല്ലാവർക്കും എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു ഇന്ത്യൻ ആയിരുന്നു. ഈ പാസ്റ്റ് ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ള ഒരു, ഹി വാസ് ഫ്ലൈങ് കോൺകോഡ്. അത് അയാൾ എനിക്ക് എന്നും അയാളോട് വാവ് കോൺകോഡ് ഓർമ്മിച്ച മനസ്സിലായില്ലേ. എന്നാൽ 380 ആയിരുന്നു എൻ്റേത്. ഐ റീച്ച് ദ നെക്സ്റ്റ് സീ വാട്ട് ഗോഡ് വില്ലിങ് വാട്ട് എവർ ഇൻഷാ അല്ലാ എന്നൊക്കെ പറയുന്നതല്ലേ. ഇനിയിപ്പോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ വലിയൊരു വിമാനം പറത്താനില്ല. പിന്നെ ഉള്ളത് 350 യു ക്യാൻ ട്രൈ. ലൈക്ക് പിന്നെ 350 ലൈക്ക് വേറൊന്നും ഇല്ല. ഈ 777X ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. -9 ഇല്ലേ, അത് വരുന്നുണ്ട്. ദാറ്റ്സ് എ ഹ്യൂജ് എയർക്രാഫ്റ്റ്. ആ ഫോൾഡബിൾ വിങ്സ് ഒക്കെ ആയിട്ടുള്ളത്. ഫോൾഡബിൾ വിങ്സ് അത് മറ്റേ എക്സ്ട്രാ ലോങ് റേഞ്ച് വരുന്ന ഒരു സാധനം അല്ലേ? അതെ, 777X-9 ഓക്കെ, അതാ വരുന്ന നെക്സ്റ്റ് പുതിയ എയർക്രാഫ്റ്റ്. മറ്റേ ലോങ് ഹോൾ ആയിരിക്കും, അൾട്രാ ലോങ്. അതെ, അത് എന്താ 380 റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്ലെയിൻസ്.
മനസ്സിലായില്ലേ? ശരി. അപ്പൊ അതായിരിക്കും ദ ബിഗസ്റ്റ് പിന്നെ വരാൻ പോകുന്നത്. ഈ 380 ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും നീ? അല്ല, ഈ പ്രൊഡക്ഷൻ നിർത്തിയല്ലോ. അപ്പം സ്വാഭാവികമായും കുറച്ചു നാൾ കഴിയുമ്പോൾ ഗ്രാജുവലി ഇല്ലാണ്ടാവും. പിന്നെ പഴയ കാർഗോ ആയിട്ടൊക്കെ ഓടിക്കാൻ പറ്റും, എക്കണോമിക്കലി മുതലാവോ കാർഗോ? 4 എഞ്ചിനാണ് മുതലാവും. 747 ഇപ്പോഴും നമുക്ക് കാർഗോ ആയിട്ട് ഇഷ്ടം പോലെ കാണാം. അതെന്തോന്ന് വെച്ചാൽ 747 നോസ് പൊക്കാൻ പറ്റും കാർഗോയുടെ. അപ്പൊ അവർക്ക് ഒരുപാട് ലോഡ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ലോഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ്. മറ്റേ നോർമൽ കാർഗോ സൈഡ് ഡോസ് അല്ല ഉപയോഗിക്കുന്നത്, ഈ സൈഡിൽ നിന്നല്ല കയറ്റുന്നത്. നമ്മുടെ 440 നോസ് പൊക്കി ഇപ്പൊ ഈ കാർസ് ഒക്കെ ഇല്ല, നമ്മുടെ Formula 1 കാറൊക്കെ ആ നോസിന്റെ അകത്തോടെ കയറ്റുന്നകത്തോടെ കൊണ്ടു. പക്ഷെ അതുകൊണ്ട് 747 കാർഗോസ് എന്നും കാണും. ഓർ ദേ വിൽ മേക്ക് സംതിങ് ലൈക്ക് ദാറ്റ് വിച്ച് ഇസ് ക്യാൻ ഓപ്പൺ ദ നോസ്. യാതൊരു റിക്വയർമെന്റ് ആണ്. അതുകൊണ്ട് 380 ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഫ്യൂച്ചർ കാര്യമായിട്ടില്ല. ഈസിലി 10 years to 12 years. എമിറേറ്റ്സ് ഇപ്പോഴൊന്നും റിട്ടയർ ചെയ്യാനും പോകുന്നില്ല. അവർക്ക് ഏറ്റവും ഫേവറേറ്റ് എയർക്രാഫ്റ്റ് 380. ശരിക്കും 380 ഏറ്റവും കൂടുതലുള്ളത് എമിറേറ്റ്സിനും സിംഗപ്പൂർ എയർലൈൻസിനും കോൺടസിനും. അതെ. പിന്നെ US-ൽ ഏതൊക്കെയാന്ന് എനിക്ക് US-ലില്ല, ആർക്കും ഇല്ല. ഇല്ലേ? അപ്പൊ നിങ്ങൾ US-ൽ പോകുമ്പോ ഭയങ്കര സംഭവമായിരിക്കുമല്ലോ. അവിടെ നിന്നുള്ള ഇപ്പൊ ഈ വരുന്ന എത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്തർ, സിംഗപ്പൂർ എയർലൈൻസ്, ഇവരെല്ലാം നമ്മുടെ ഈ റീജിയനിൽ നിന്നുള്ള പ്ലെയിൻസേ ഉള്ളൂ 380. നൺ ഓഫ് ദി US carriers has 380. ശരി, അവരവിടെ ഉണ്ടാക്കിയിട്ട് അവര് ബോയിങ്ങിന്റെ ആൾക്കാരാണല്ലോ. പക്ഷെ അവര് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, ബോയിങ്ങിന്റെ 350s പിന്നെ അതെല്ലാം ഉണ്ട്. പക്ഷെ കൂടുതൽ അവർ അമേരിക്കൻ എക്കോണമി സപ്പോർട്ട് ചെയ്യുന്ന ബോയിങ് ആയിരിക്കും അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ശരിക്കും ഒരു നിസാര വാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ പറ്റില്ല, എന്നാലും ബോയിങ് ഓർ എയർബസ് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് വൺ ഈസ് യുവർ ഫേവറേറ്റ് പറയാൻ പറ്റുമോ? അങ്ങനെ ടഫ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടും നല്ലതാണ്. അതിൽ മേ ബി ഒരു പൊടിക്ക് എയർബസിനോടൊരു താല്പര്യം കൂടുതലുണ്ട് ഇപ്പം, കാരണം രണ്ടും ഉപയോഗിച്ച ശേഷം. അതെ, പക്ഷേ ഒരു ഗസ്റ്റി കണ്ടീഷനാണ് എനിക്ക് ബോയിങ് ഇഷ്ടം ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ. കാരണം അത് ഇങ്ങനെ യോക്ക് എടുത്തിട്ട് ഇങ്ങനെ നല്ല നമ്മുടെ വലിച്ച് കാറ്റും ഒക്കെ ആയിട്ട്, മറ്റേ ഇത് കിടന്ന് ഇങ്ങനെ അത്രയും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രേ ഉള്ളൂ, ഇത്രയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് അത്ര മൈന്യൂട്ടോ, അല്ലാതെ ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. വളരെ ഇത്ര ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഗസ്റ്റ് മറ്റേത് ഞാൻ ഇങ്ങനെ ബലപ്രയോഗം നടത്തണോ? കുറച്ച് ഇത് വേണം ബോയിങ്ങിന്റെ, കുറച്ചും കൂടെ ഒരു ഇത് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം. ടെക്നോളജി വൈസ് രണ്ടും അഡ്വാൻസ്ഡ് ആണോ, അതോ എയർബസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എയർബസ് അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ബോയിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അല്ലേ? ഇനിയിപ്പോ ചൈനീസ് എയർലൈൻ വരാൻ പോവാണ്, കൊമാക് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മള് ഞാൻ കമ്പയർ ചെയ്യുന്ന അഡ്വാൻസ് ഉദ്ദേശിച്ചത് ബോയിങ് 777 ഇപ്പൊ 787 വളരെ അഡ്വാൻസ് ആണ്. ഈ 777X വരുമ്പോ അത് അഡ്വാൻസ്. അപ്പം ഇത് പോയി മനസ്സിലായി, ഓരോരുത്തരും ഗെയിം മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ 350 അടിപൊളിയാണോ? അത് അടിപൊളിയാ, 350 അടിപൊളിയാ. എനിക്ക് 380 അഡ്വാൻസ് ടെക്നോളജീസ് അല്ലേ പുതിയ 350 ഉള്ളത് അല്ലേ? എന്റെ ഒരു ഫ്രൈറ്റർ, സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്രൈറ്റർ വരുന്നില്ലേ 350-ൽ? ഒരു ഫ്രൈറ്റർ എന്തൊരു സാധനം, ഫ്രൈറ്റർ അല്ലേ? അതിന്റെ ഒരു സ്കെയിൽ മോഡൽ ലോഞ്ച് കസ്റ്റമേഴ്സ് വന്നോ? ഇല്ലല്ലോ, വന്നില്ല. ഞാൻ ടുളൂസിൽ പോയപ്പോഴത്തേക്കിനും അതിന്റെ മറ്റേ സ്കെയിൽ മോഡൽ എടുക്കാൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അത് നിങ്ങളുടെ ഒരു നിങ്ങൾക്കാണല്ലോ മെയിൻ ആയിട്ട് അത് ചെയ്യുന്നത്. അതെ, ഞങ്ങൾ അതിന്റെ ലോഞ്ച് 350 ഫ്രൈറ്റേഴ്സിന്റെ ലോഞ്ച് ഞങ്ങളായിരുന്നു. പുത്തൻ വിമാനങ്ങളൊക്കെ വാങ്ങിച്ച് കാർഗോ ഓടിക്കാനായിട്ട്. കാർഗോ എപ്പോഴും ആവശ്യമല്ലേ? ആ കോഡ് സമയത്ത് എല്ലാവർക്കും മനസ്സിലായില്ലേ കാർഗോയിൽ നടക്കത്തില്ല, ഫുഡില്ല, ഒന്നുമില്ല. മറ്റേ പാസഞ്ചർ ആക്ച്വലി കാർഗോ ഇസ് എ മസ്റ്റ്. ഫുഡ് വരണമെങ്കിൽ അതേ ഉള്ളൂ വഴി. റവന്യൂ വൈസും കാർഗോ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്, ശരിയായിട്ടുണ്ട്. ഇപ്പം മറ്റേതും പാസഞ്ചർ എയർക്രാഫ്റ്റ് ബെല്ലിയും കാർഗോ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇപ്പം കുറച്ച് ഡിഫറെന്റ് ആണ്. അന്ന് മറ്റേ കോവിഡ് ആയിരുന്നപ്പം 0 പാസഞ്ചർ ഫ്ലൈങ് ആയിരുന്നു, അപ്പം ഈ കാർഗോ മാത്രമായിരുന്നു. അപ്പം നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായി. ശരിക്കും ഈ കാർഗോ ഫ്ലൈ ചെയ്യുന്നതിനകത്ത് സീനിയോറിറ്റി, ജൂനിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, അത് കമ്പനി നമ്മളോട് ചോദിക്കും അങ്ങോട്ട് പോകണോ. ചിലർക്ക് താല്പര്യം കാർഗോ ചെയ്യാൻ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങൾ തന്നെ ഇഫ് യു ലൈക്ക്, ചില ആൾക്കാരുണ്ട് ഒരു കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിംഗപ്പൂർ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ തിരിച്ചു വന്നിട്ട് താമസിക്കുന്ന ഓസ്ട്രേലിയയിലായിരിക്കും, മലേഷ്യയിലായിരിക്കും. അപ്പം കാർഗോയുടെ ഒരു ഗുണം വെച്ചാൽ ഒരു 10-12 ദിവസമൊക്കെ ആയിരിക്കും ഒരു ഒറ്റ അടിക്ക് പോകുന്നത്. 12 days 13 day ട്രിപ്പ്.
പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലയിടത്തും നൈറ്റ് സ്റ്റോപ്പ് 5 ദിവസം അവർക്കൊക്കെ 4 ദിവസം. ഇത് ഇറക്കണം കയറ്റണം ടൈം എടുക്കും. അത് തന്നെയല്ല, അവരുടെ പാറ്റേൺ ഭയങ്കര ആഡ് ഹോക്ക് ആണ്, ഒരു ഫിക്സ്ഡ് അല്ല. അതായത് എപ്പോഴും ഓരോ ദിവസവും ഇന്ന ടൈമിന് കാർഗോ പോക്കേണ്ട കാര്യമില്ല. കാർഗോ വരുമ്പോഴല്ലേ പൊങ്ങേണ്ട കാര്യമുള്ളൂ. അപ്പൊ അവരവിടെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തല്ലേ കൂടെ ഒരു ദിവസം ലോഡ് ഇടുക, ഇന്നാണ് നിങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പൊ അത്ര ദിവസം അവർ ആ ലോക്കൽ സ്ഥലത്തോട് ഇങ്ങനെ 2-3 ദിവസം നടക്കും. എന്നിട്ട് അടുത്ത് പറപ്പിച്ച് വേറെ സ്ഥലത്തോട്ട് പോകും. അതിന് ആങ്കറേജിലെത്തും. ഭയങ്കര രസമുള്ള സ്ഥലങ്ങൾ വരും ഫ്ലൈ ചെയ്യുന്നതല്ല. അലാസ്ക, പിന്നെ ഡലസ്, പിന്നെ ബെൽജിയം, പിന്നെ ഷാർജ. ഇതിങ്ങനെ കറങ്ങി വേറെ ഇടം നിന്നിട്ട് ഇത്ര ദിവസം 10-12 ദിവസമായി. എന്നിട്ട് ഏതെങ്കിലും ഒരു ബേക്ക് ലണ്ടനിൽ വന്നിട്ട് ലണ്ടനിൽ ഞങ്ങൾ പാസഞ്ചർ ഫ്ലൈറ്റ് എടുത്തിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ പോകും. എന്നിട്ട് അവർക്ക് ഒരു 6-7 ദിവസം ഓഫാണ്. അവരവർക്ക് തിരിച്ച് അവരുടെ മലേഷ്യയിലോ അവരുടെ വീട് അവരവിടെ. ഞാൻ ഈ കാർഗോ ഫ്ലൈ ചെയ്യുന്ന സാംജുവിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പുള്ളി ഇവരുടെ കൂടെ പോയിട്ട് എയർ ഹോസ്റ്റസ് പോലും ഇല്ലല്ലോ, ക്യാബിൻ ക്രൂ ഉണ്ടാവില്ലല്ലോ, പലതിനകത്തും അവര് തന്നെ എല്ലാം ചൂടാക്കി തന്നെ എല്ലാം പുറത്തു പോയി ചൂടാക്കി എടുത്ത്. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഡു യു ഹാവ് എ സെപ്പറേറ്റ് മെനു ലൈക്ക് ഫോർ പൈലറ്റ്സ്? സെയിം പാസഞ്ചർ മെനു ആണ്. വി ഡോണ്ട് ഈറ്റ് ദ സെയിം ഫുഡ്. അതായത് ഞാനും ക്യാപ്റ്റൻ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ 3 ചോയ്സ് ഉണ്ടല്ലോ, ബിസിനസ് ക്ലാസ്സിൽ 3 ചോയ്സ് ഉണ്ടെന്ന് വെക്കുക. വി ക്യാൻ ചൂസ് വിച്ച്. ഇപ്പൊ ലെറ്റ്സ് സേ ബിസിനസ് ക്ലാസ് ആണ് ക്യാപ്റ്റനൊക്കെ, അതിനകത്തൊരു സ്റ്റേക്ക് എടുത്തു. ഐ കാൻറ്റ് ഈറ്റ് ദ സെയിം സ്റ്റേക്ക്. ഓക്കെ, സോ ഐ ഹാവ് ടു യൂസ് സംതിങ് എൽസ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ഫുഡ് പോയ്സണിങ് ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെ അത് ഞങ്ങൾ 4 പേര് 4 ഡിഫറെന്റ് ഫുഡ് കഴിക്കുന്നുള്ളൂ. അതായത് ഞങ്ങൾ 4 പേരുള്ളപ്പോൾ ഓൾ ഫോർ ഈറ്റ് ഓൾ ഡിഫറെന്റ് ഫുഡ് ആയിരിക്കും. അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ട്, റൂൾസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫ്ലൈയിങ്ങിനിടയ്ക്ക് കോക്പിറ്റിൽ തന്നെ ഇരുന്നാണോ കഴിക്കുന്നത്? ആണോ? അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. നമ്മൾ ടേബിൾ അവരോട് സെർവ് ചെയ്യും, നമ്മളോട് കഴിക്കും. അപ്പൊ ഒരാൾ കഴിക്കുമ്പോൾ മറ്റൊരാൾ കഴിക്കുന്നില്ലായിരിക്കും. അപ്പൊ ഒരാള് കഴിച്ചു കഴിയുമ്പോൾ അടുത്ത ആളുടെ ഫുഡ് എത്തും. അങ്ങനെ. ശരിക്കും ഈ കോക്പിറ്റില്, നിങ്ങളുടെ 380 കോക്പിറ്റിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 4 പേർക്ക് ഇരിക്കാം. ജംപ് സീറ്റ് ഉണ്ടാവും അല്ലേ? ബാക്കിലുണ്ടോ? 2 പേർക്ക് ഇരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളെ കേട്ടില്ലല്ലോ. ഇല്ല, ഇന്ത്യൻ റൂൾസ് പോലെ തന്നെയാണ് ഇന്റർനാഷണൽ റൂൾസ്. അത് സാംജിക്ക് എങ്ങനെ കയറുന്നേ? അല്ല, സാംജിക്ക് സ്പെഷ്യൽ പെർമിഷൻ കിട്ടും. അവര് അവിടുത്തെ ലോക്കൽ അതോറിറ്റിക്ക് അയച്ചു കൊടുത്ത് ക്ലിയറൻസ് വാങ്ങിച്ചു. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന, അല്ലാതെ ചുമ്മാ അന്ന് പോയി ഉള്ളി കയറി ഇരിക്കുന്നൊന്നുമല്ല. അഫ്കോഴ്സ് ദേ ഹാഡ് ടു ഗെറ്റ് ക്ലിയറൻസ്. എല്ലാം ക്ലിയറൻസ് കിട്ടിയ ശേഷം ദെൻ ഹി ക്യാൻ സിറ്റ് ദർ. അതായത് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തത്തുള്ളൂ. ഓക്കെ, കാരണം ഭയങ്കര സേഫ്റ്റി ഇഷ്യൂ അല്ലേ. അതെ, അതാണ് എന്തൊക്കെ പരിപാടികളല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് സേഫ്റ്റി ഇഷ്യൂടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാനിങ്ങനെ ഡൽഹി എയർപോർട്ടിൽ ലോഞ്ചിൽ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. മറ്റേ പ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞൊരു പ്രീമിയം ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാനത് മുറിക്കാനായിട്ട് ഞാൻ കത്തി ചോദിച്ചപ്പോഴത്തേക്കും സാർ കത്തിയില്ല, മറ്റേ പ്ലാസ്റ്റിക്കിന്റെ കത്തിയേ ഉള്ളൂ, പക്ഷെ സ്പൂണും ഫോർക്കും ഒക്കെയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ എന്താ കത്തി? സേഫ്റ്റി ഇഷ്യൂസ് കാരണം കത്തി ഇല്ലാത്തതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്കിനും നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കിനും യു ആർ ഗെറ്റിംഗ് ഓൾ ദ നൈഫ് എവറിത്തിങ് സംഭവമെല്ലാം. അതും ഷാർപ്പ്, നമ്മുടെ സെയിം കട്ട്ലറീസ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ അത് വീഡിയോ ഇട്ടപ്പോഴത്തേനും കുറെ ആൾക്കാർ കമന്റ് ഇട്ടു, അത് നീ മണ്ടനാണ്, അത് പ്ലാസ്റ്റിക് അല്ലേ, മറ്റേ അത് അങ്ങനല്ലേ, മൂർച്ചയില്ലാത്ത സാധനമാണ്. നോ, ഇറ്റ്സ് നോട്ട് മൂർച്ചയില്ലാത്ത സാധനം, ഇറ്റ്സ് ദ സെയിം തിങ് യു ആർ ഗെറ്റിംഗ് ആൻ ഫ്ലൈറ്റ്. അപ്പോൾ ഇതെല്ലാം സെക്യൂരിറ്റി ചെക്കിൽ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ വിമാനത്തിൽ കയറി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഐ തിങ്ക് സിംഗപ്പൂർ എയർലൈൻസിന്റെ എക്കണോമിയിൽ കട്ട്ലറീസ് സ്റ്റീലാണോ പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക് ആയിരിക്കും എക്കണോമിയിൽ അല്ലേ? എനിക്കറിയില്ല, ഞാൻ ക്യാബിനിലേക്ക് പോകാറില്ല. ഓക്കെ, എന്താണേലും ലൈക്ക് യു ആർ ഗെറ്റിംഗ് ദിസ് സ്റ്റീൽ കട്ട്ലറീസ് ഓൺ യുവർ ടേബിൾ. ശരിക്കും ഹാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ അന്നേരം അല്ല, എനിക്ക് തോന്നുന്നു അത്ര ഷാർപ്പ് അല്ലത്. ഇറ്റ്സ് നോട്ട് എ സ്റ്റേക്ക് നൈഫ് പോലത്തെ നൈഫ് ഒന്നും അല്ലത്. പക്ഷെ എന്നാലും ഒരു ഫോർക്ക് ഈസ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പിടിച്ചൊന്ന് വളയ്ക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള ഇല്ലത്. ഇറ്റ്സ് നോട്ട് വെരി സ്ട്രോങ്. ഇറ്റ്സ് നോട്ട് എന്നാ പറയുക, ഒരാളെ കുത്താനുള്ള പവർ ഒന്നും അതിനില്ല. ഇല്ല, അതനുസരിച്ച് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്ട്രോങ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ലോജിക്ക് എന്താ, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ സംഭവം. അത് ഇത് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് അവർ തീരുമാനിക്കും എന്തൊക്കെയാണ്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ആസ്ക് ചെയ്യരുത്. എന്തായാലും ഫൺ, രസമാണ്. അപ്പോ ഇനിയിപ്പം നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം ഫ്ലൈ ചെയ്യണം. അതെ, കുറെ നാളായിട്ട് പറയുന്ന ഫ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളത്.
ഇപ്പൊ ഏത് റൂട്ടിലാണ് ഫ്ലൈ ചെയ്യുന്നത്? റൂട്ടല്ലേ, എവിടെ ക്രിയേറ്റ് പോകുന്ന അവിടെ പോകുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു റെഗുലർ റൂട്ട് ഒന്നുമില്ല? ലൈക്ക് എവറി മന്ത് യു ഗെറ്റ് എ ചാർട്ട്, അങ്ങനെയാണോ? റോസ്റ്റർ എവിടെയാണ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം ഇന്ന സ്ഥലത്ത്. അടുത്ത മാസം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ മാസം അവധി കഴിഞ്ഞ് ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ പോകുന്നുണ്ട്, പിന്നെ ലണ്ടനിൽ പോകുന്നുണ്ട്, സിഡ്നി പോകുന്നുണ്ട്, ബോംബെ ഡൽഹി ഒരെണ്ണം, ബോംബെ ഒരെണ്ണമുണ്ട്. നമ്മൾ ഒരുമിച്ച് ഫ്ലൈ ചെയ്താൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റൂ വിമാനത്തിനകത്ത് വെച്ചില്ലല്ലോ? ഞാൻ പുറത്തിറങ്ങിയാണ്. നിങ്ങൾ മൂത്രം ഒഴിക്കാൻ ഇറങ്ങി വരുമ്പോഴല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അതെ, രസമാണ്. ഫോട്ടോ എടുക്കാൻ പറ്റുമോ അകത്ത് നിന്നപ്പോ? അതും പറ്റത്തില്ലായിരിക്കും. ഇല്ല, കോക്പിറ്റിനകത്ത് ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ. അല്ല, പുറത്തിറങ്ങി വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഉണ്ട് ഒത്തിരി. കുറെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ എസ്പെഷ്യലി ഇന്ത്യൻ സെക്ടേഴ്സിലും ഒക്കെ വന്നിട്ട് ഓരോ ആൾക്കാർ ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, നമ്മളൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട്. ഒരു ഫോട്ടോ അല്ലേ എടുത്തോട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. പിന്നല്ല, അവര് പേയിങ് പാസഞ്ചർ അല്ലേ. അതെ, അവരെടുത്തോട്ടെ, നമുക്ക്. എന്തായാലും എന്താ പറയാ, പ്ലഷർ ഹാവിങ് യു ഹിയർ. നല്ല രസകരമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. മറ്റേ സീക്രട്ട് എന്റെ ചെവി പറഞ്ഞുതരാം. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്. എന്താണ് മറ്റേ ഫ്യൂച്ചർ പ്ലാൻസ്? നമ്മുടെ ഈ തിലകൻ ചേട്ടൻ ഞാൻ എന്തായാലും ലൈക്ക് ഞാൻ ഇനിയിപ്പം കുറച്ച് ഫ്ലൈയിങ് കൂടുതലായിട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പം ജൂലൈ മുതൽ ഞാൻ യാത്രകൾ വീണ്ടും ആരംഭിക്കുകയാണ്. കാരണം ഞാൻ മറ്റേ കൊച്ചി ടു ലണ്ടൻ യാത്രയുടെ ഹാങ് ഓവറിൽ 2 മാസം മടി പിടിച്ച് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. പോർട്ട് ബ്ലെയർ ഒക്കെ പോയില്ലേ? അത് വെറുതെ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം. എനിക്ക് എന്റെ പ്രശ്നം എന്താ അറിയാം, എനിക്ക് ഒരാഴ്ച വീട്ടിൽ ഇരുന്ന് ഞാൻ വിമാനത്തിൽ കയറണമെന്നേ. നിങ്ങളെ പോലെ തന്നെ നിങ്ങളെന്നാ ലൈസൻസ് എടുത്ത് ജോലിക്ക് കയറണം. ടു ലേറ്റ് ആയി. ഇല്ലാതുണ്ടെങ്കിൽ എത്ര വയസ്സായി? ഇനി 37 വയസ്സായില്ലേ. ഇനിയിപ്പോ ഞാനൊരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലൊക്കെ കയറി കിട്ടുക എന്നൊക്കെ പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഏജും ഇത്രയായി. ഒരു 10-25 വയസ്സൊക്കെ ആയിരുന്ന ഞാൻ ഉറപ്പായിട്ടും ചെയ്തേനെ. ആ സമയത്ത് നമുക്ക് പറ്റിയില്ല, സാഹചര്യം സാമ്പത്തികം ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഏജ് അല്ല, അത് പറഞ്ഞു തീർക്കും. ഇവിടെ ഇപ്പൊ ഒരുപാട് സ്കൂൾസ് അല്ലേ ഇവിടെ ഇപ്പം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ആകെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ നല്ല സ്കൂള് തിരഞ്ഞെടുക്കുക. അതെ, ഒരുപാട് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം കൂണ് പോലെ വരുന്നുണ്ട്. അപ്പം പ്രിഫേർഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, കാരണം ഇൻഡിഗോയുടെ ഒരു പൈലറ്റിനെ എനിക്കറിയാം. അവരുടെ TRI ആയിട്ടിരിക്കുന്ന ഒരു സീനിയർ ക്യാപ്റ്റനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അയാളുടെ ചാറ്റ് വിത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോണ്ട് ഗോ, ഇഫ് യു നോ സംബഡി ആസ്ക് ദം ഗോ ത്രൂ ദ ഇൻഡിഗോ കാഡറ്റ് പൈലറ്റ്. കാശ് കൂടുതലാണ്, അറ്റ്ലീസ്റ്റ് ഒരു സ്ക്രീനിങ് കഴിഞ്ഞ് ജോലിയുണ്ട്. മറ്റേ നമ്മൾ ലൈസൻസ് എടുത്തിട്ട് there's no guarantee, right? You have to wait for 1 year, 2 year airline openings വരണം, and not easy. So അപ്പോൾ അവർ പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ അത് പ്ലീസ് അവരോട് പറയുന്നത് യങ്സ്റ്റേഴ്സിന് എടുത്ത്. എനിക്കറിയാവുന്ന കുറെ ആൾക്കാർ ഇപ്പം പൈലറ്റ് ആവാൻ വേണ്ടി നിൽക്കുന്നതും പോകുന്നതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറെ ആളുകളുണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് വൺ ഓഫ് മൈ കസിൻ. ഇപ്പൊ എക്സാംസ് ക്ലിയർ ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ കുറെ ആളുകൾ. കാഡറ്റ് പൈലറ്റ് ആണോ? അല്ല, അവര് പുറത്ത് പഠിക്കാനും പോലെ. കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാംസ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് പലരും റീസൺ. See, you want to spend 50 lakhs, I saved 60 lakhs, but you don't have a job for the next 2 years. Yeah. Or you pay 1.2, you have a job and you make back that 60 lakhs in the next couple of years. That's right. So I always recommend to go for that. അതാണ് പറഞ്ഞത്. കാരണം നമുക്ക് എല്ലാവർക്കും ജോലി വേണമല്ലോ, ജസ്റ്റ് ലൈസൻസ്. ഈ ലൈസൻസിന് ഇതിൽ വാലിഡിറ്റി ഉണ്ട്. എല്ലാ 6 മാസം കൂടുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. ഇനി അതിൽ പോകണ്ട. നിങ്ങൾ 6 മാസം കൂടുമ്പോൾ എല്ലാ 6 months ഉണ്ട്. ഇപ്പൊ എന്റെ വരുമോ ജൂലൈയില് മെഡിക്കൽ ചെക്കപ്പ്, മെഡിക്കൽ ഇയർലി ഉണ്ട്, എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷം ഇപ്പൊ ദിസ് ഇസ് കമ്മിങ് അപ്പ്, സിംസ് ആർ കമ്മിങ് അപ്പ് ഇൻ ജൂലൈ. സോ വീണ്ടും ബുക്ക് ഇരുന്ന് വായിച്ച് പഠിക്കണം, വീണ്ടും എഞ്ചിന് തീ പഠിക്കണം, എങ്ങനെയാണ് അത് ചെയ്യണത്. സോ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ സിലബസ്. ഓക്കെ, ത്രോ എനിത്തിങ് അറ്റ് യു. സോ എന്റെയും ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് വിമാനത്തിൽ കയറിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. അപ്പൊ ഞാനിങ്ങനെ പോകും. കഴിഞ്ഞ ദിവസം പോർട്ട് ബ്ലെയർ പോയി. അവിടെ നിന്ന് ഞാൻ ഇന്ത്യാസ് ലോങ്സ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എടുത്തു. അതെടുത്ത് ഡൽഹി പോയി. ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡു പോയി. കാഠ്മണ്ഡുവിൽ നിന്ന് ബാംഗ്ലൂർ സർവീസ് തുടങ്ങായിരുന്നു. അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാനിവിടെ വാട്ടർ സല്യൂട്ട് കണ്ടു, ഫസ്റ്റ് ടൈം ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വാട്ടർ സല്യൂട്ട്. യു ഗെറ്റ് എ വാട്ടർ സല്യൂട്ട്, നോ? ലൈക്ക് വെൻ യു ഗോ ടു ഒരു പുതിയ എയർലൈൻ, പുതിയ എയർപോർട്ടിൽ പോകുമ്പോഴത്തേക്കും യു ഗെറ്റ് എ വാട്ടർ സല്യൂട്ട്. അത് ചെയ്തപ്പോൾ ഞാൻ ഒരു എക്സ്പെഡിഷൻ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ കൊണ്ട് ജങ്ക്യാർഡ് കൊണ്ടിട്ടുണ്ട്. സിംഗപ്പൂർ ടു വിക്ടർവിൽ എന്ന സ്ഥലത്ത്. ഞാൻ കേട്ടിട്ടുണ്ട് ആ സ്ഥലത്തേക്ക്. ഞാൻ 16 hours 5 minutes 777 ആയിരുന്നു, 200 ER. ഞങ്ങൾ 4 പൈലറ്റ്സ്, ആരുമില്ല, എം ടി എയർക്രാഫ്റ്റ്. അത് ഞങ്ങൾ 16 മണിക്കൂർ 5 minute പറഞ്ഞ് വിക്ടർവിൽ എയർപോർട്ട് ലാൻഡ് ചെയ്തു. പിന്നെ ആ പ്ലെയിൻ അവിടെ സ്ക്രാപ്പ് ചെയ്തവർ.
നമ്മൾ ഇറങ്ങിപ്പോകുന്നു, അതിൻ്റെ അവരെല്ലാം എഞ്ചിനീയർ വന്ന് എടുത്തു. നമുക്കൊരു സങ്കടം, അതൊരു അല്ലെ അതിന് ഒരു അല്ലേ അതിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ നടക്കുക ഈ സ്ക്രാപ്പ് യാർഡാണല്ലോ. അതൊരു രസകരമായ അനുഭവമായിരുന്നു. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ചെയ്യാൻ പറ്റി. നമുക്ക് പുതിയ ഡെലിവറി എടുക്കാൻ പിന്നെയും പോകും, പക്ഷെ ഇതുപോലെ വല്ലപ്പോഴും കിട്ടുന്നത് ഇതുകൊണ്ട് ജങ്കിയാടി കൊണ്ട് സാധനം കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ എന്താ. അതെ, അതിന്റെ തീരുക അവിടെ വെച്ചതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ കുറച്ച് ഫ്ലൈറ്റ്സ് ഇനിയും ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം മുംബൈ മാഞ്ചസ്റ്റർ ഇൻഡിഗോ ആരംഭിക്കുകയാണ്. മറ്റേ നോർത്ത് അറ്റ്ലാന്റിക്കിൽ നിന്ന് ഡ്രീം ലൈനർ റിലീസ് എടുത്തിട്ടുണ്ട്. അതിപ്പോ ഓൾറെഡി അവർ ബാങ്കോക്ക് സെക്ടറിൽ ഓടിക്കുന്നുണ്ട്. അവർക്ക് ആംസ്റ്റർഡാമും മാഞ്ചസ്റ്ററും പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട്. അതിപ്പോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂലൈ 1-ന്. അപ്പൊ ഞാൻ അതിൽ ഇനിയിപ്പോ അടുത്ത എന്റെ യാത്രകൾ ആരംഭിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോ ഈ അടുത്ത മാസങ്ങളിൽ US പോകണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല. കുറച്ച് പരിപാടികളുണ്ട്. US ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോയിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക് ഇനി ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പിന്നെ വേറെ ആ ഭാഗത്തുള്ള കുറച്ച് സംഭവങ്ങൾ അതൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ഞാൻ പിന്നീട് ചെവി പറയാം. ഞാൻ ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ കുറെ പ്ലാൻസ് ഉണ്ട്. സോ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറെ രസകരമായിട്ടുള്ള കുറച്ച് ഫ്ലൈറ്റ്സും എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചൈനയിൽ പോയിട്ട് ചൈനീസ് എയർക്രാഫ്റ്റിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. കൊമാക്കിന്റെ. അതെ, നമ്മുടെ സൈർബായ് ആണോ അതിന്റെ കൂട്ടത്തിൽ? അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങള് എന്തായാലും എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഇനി വലിയ മാറ്റങ്ങളൊക്കെ വരാൻ. പിന്നെ ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റമല്ലേ വരാൻ പോകുന്നത്. ഇനി അടുത്ത എയർ ഷോ സിംഗപ്പൂരിൽ എന്തോ വരുന്നുണ്ടോ? എല്ലാ 2 വർഷം കൂടുമ്പോൾ ഉണ്ടല്ലോ. ഈ വർഷം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊരു എയർ ഷോ ഇതുവരെ പോയിട്ടില്ല. എയർ ഷോ വന്നെടുക്കണം. സിംഗപ്പൂർ, ഹാൻബ്രോ, പാരീസ് അതൊക്കെയാണ് വലിയ കുറെ സ്ഥലത്ത് വരുന്നുണ്ട് എയർ ഷോസ് മെയിൻ ആയിട്ടുള്ളത്. എന്തായാലും pleasure having you here. Thank you for having me. ഹോപ്പ്ഫുള്ളി എല്ലാവരും ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചാറ്റ് വിത്ത് സുജിത് ഭക്തൻ. താങ്ക് യു അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി. യെസ്.